സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിലെ സമവായം സുപ്രീം കോടതി അംഗീകരിച്ചു. യോഗ്യരായവരെയാണ് VC-മാരായി നിയമിച്ചത് എന്ന് ഗവർണറും സർക്കാരും കോടതിയെ അറിയിച്ചു. ചർച്ചകൾക്കായി മുഖ്യമന്ത്രിയെ വിളിച്ചത് ഗവർണറാണെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ വ്യക്തമാക്കി. നിയമ പോരാട്ടത്തിനിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് ഏത് ഡീൽ അനുസരിച്ചാണെന്ന് പ്രതിപക്ഷം ചോദിച്ചു. CPM RSS ഒത്തുതീർപ്പ് എന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ആദ്യം ശ്രീ KS അരുൺകുമാർ, CPM നേതാവ്. ശ്രീ അരുൺകുമാർ, സംസ്ഥാനം VC നിയമന വിഷയത്തിൽ ഒരു നിയമ പോരാട്ടം നടത്തുന്നതിനിടെയാണ്, അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഗവർണറുമായി ഒത്തുതീർപ്പുണ്ടാക്കി ഗവർണറുടെ അപ്രമാദിത്വം അംഗീകരിച്ച് സിസ തോമസിനെ അടക്കം നിയമിച്ചുകൊണ്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. സംസ്ഥാന ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ഉപയോഗിച്ചാണല്ലോ ഈ നിയമ പോരാട്ടം നടത്തിയത്. അത് ഒരു രാഷ്ട്രീയ പ്രതിരോധം എന്നുള്ള നിലയിലാണ് പല ആളുകളും എടുത്തത് എങ്കിൽ അത് വഴിയിൽ ഉപേക്ഷിച്ച് ഇപ്പോ ഗവർണർക്ക് കീഴടങ്ങി നിൽക്കാൻ ഉള്ള ആ ചേതോവികാരം എന്തായിരുന്നു? ഇവിടെ ഇൻട്രോയുടെ ഭാഗമായി താങ്കൾ സൂചിപ്പിച്ച ഈ കേസ് അവസാനിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഈ കേസ് ശക്തമായിട്ട് തുടരുകയാണ്. ഇത്തരത്തിലൊരു തർക്കം ഉടലെടുത്തത് തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും ടെക്നിക്കൽ സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ സെക്ഷൻ 13(2) അനുസരിച്ച് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ, അതുപോലെ തന്നെ സെക്ഷൻ 10(2) അനുസരിച്ച് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ, അതുപോലെ സെക്ഷൻ 11 അനുസരിച്ച് താൽക്കാലിക VC-യെ നിയമിക്കുന്നത് കൃത്യമായി ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ്. ആ ലിസ്റ്റിൽ നിന്ന് പ്രയോറിറ്റി നോക്കി ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ചാൻസലർക്ക് നിയമന നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുക. ഇത് നിയമമായിരിക്കെ, സ്റ്റാറ്റ്യൂട്ടായിരിക്കെ, ആ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി കേരളത്തിന്റെ ചാൻസലർ ഏകപക്ഷീയമായിട്ട് നിയമനം നടത്താൻ തീരുമാനിച്ചു. അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ കൃത്യമായി അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ കേസ് വന്നു. സിംഗിൾ ബെഞ്ച് പറഞ്ഞു സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ടാണ് പോകേണ്ടത്, ഗവർണർ ഏകപക്ഷീയമായിട്ട് നിയമിക്കാൻ കഴിയില്ല, ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നിയമനം നടത്തേണ്ടത് എന്ന് പറഞ്ഞു. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ചാൻസലർ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് ഇതിൽ ചാൻസലർക്കല്ല റോള്, ഗവൺമെന്റിന് തന്നെയാണ് റോൾ എന്ന് പറഞ്ഞു. ഈ വിധിയെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ചാൻസലർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന്റെ ഇടയിൽ ഇത് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, ഈ നിയമപ്രശ്നം എന്തായാലും ആൻസർ ചെയ്യാൻ സമയമെടുക്കും, വിശദമായിട്ട് വാദം കേൾക്കണം, അത് വാദം കേട്ട് തീരുമാനമാകുന്നത് വരെ കുട്ടികൾ സർട്ടിഫിക്കറ്റ് ഒപ്പിടാനും മറ്റു കാര്യങ്ങൾക്കും സാഹചര്യം എന്തായിരുന്നു? ഏറ്റവും ഒടുവിൽ ഈ സുപ്രീം കോടതിയിലെ കേസ് ഏത് നടപടിക്രമത്തിലാണ് എത്തിയത്? സുപ്രീം കോടതി എടുത്ത നിലപാട് എന്താണ്? മുഖ്യമന്ത്രിക്ക് പ്രയോറിറ്റി നിശ്ചയിച്ച് പട്ടിക ഗവർണർക്ക് നൽകാം, മുഖ്യമന്ത്രി നൽകുന്ന പട്ടികയിൽ നിന്ന് ഗവർണർ നിയമിക്കണം. ഈ നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയല്ലോ. അപ്പോൾ ഗവർണർ അത് അംഗീകരിച്ചില്ല, ശരിയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ലിസ്റ്റ് തയ്യാറാക്കാൻ സെർച്ച് കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിരിക്കെ സെർച്ച് കമ്മിറ്റി ആ നെയിംസ് VC-മാരായി നിയമിക്കേണ്ട പട്ടിക നൽകാനിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ കോംപ്രമൈസ് ഉണ്ടായിരിക്കുന്നത്. അതായത് വിജയത്തിന് തൊട്ട് മുമ്പ്, സെമി ഫൈനലിൽ ജയിച്ച ശേഷം ഞങ്ങൾ കളിക്കുന്നില്ല, നിങ്ങൾ എടുത്തോ എന്ന് പറയുന്നത് പോലെ. എനിക്കതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ അരുൺകുമാർ. അതിലേക്കാണ് വരുന്നത്. താങ്കൾ ഇച്ചിരി ക്ഷമ കാണിച്ചാൽ ലോജിക്ക് മനസ്സിലാവും. അതായത് ഇതുപോലെ സുപ്രീം കോടതി ഒരു കൺസെൻസസിലൂടെ ഈ പ്രശ്നം തീർക്കണം, മുഖ്യമന്ത്രിയുടെ ഓഫീസും അതായത് സർക്കാരും ഗവർണറും സംസാരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ നിയമമന്ത്രി അടക്കം ഗവർണറുമായി സംസാരിച്ചു. ആ സംസാരത്തിൽ ഒത്തുതീർപ്പായില്ല. അതിനുശേഷം ഗവർണർ തന്നെയാണ്, ഇപ്പൊ അതിന്റെ ഇടയിലുണ്ടായ സംഭവം ഇത് പലതവണ കേട്ടിട്ടും തീരുമാനമാകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു കൺസെൻസസിൽ എത്തുന്നില്ല എങ്കിൽ ഇവിടെ ഞങ്ങൾ തന്നെ നിയമനം നടത്തും എന്ന രൂപത്തിൽ പറഞ്ഞത് ശരിയാണ്. ഇത് സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ സുപ്രീം കോടതി ജഡ്ജായ സുധാൻഷു ദുലിയയോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലിസ്റ്റ് തരാൻ പറഞ്ഞു. അതിന് ഡേറ്റും നിശ്ചയിച്ചു. ആ സാഹചര്യത്തിലാണ് ചാൻസലറുടെ ഓഫീസിൽ നിന്ന് ഗവൺമെന്റിനെ ബന്ധപ്പെടുന്നു, മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തുന്നു. ഇതിലൊരു കൺസെൻസസ് എന്ന രൂപത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമപ്രശ്നങ്ങളെല്ലാം സുപ്രീം കോടതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ആർക്കാണ് അധികാരം, സ്റ്റാറ്റ്യൂട്ട് തന്നെയല്ലേ എന്നതിൽ കോടതി വിശദമായി വാദം കേട്ട് തീരുമാനമെടുക്കും. പക്ഷേ ഇപ്പോൾ കുട്ടികൾ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നൊരു സാഹചര്യവും, ഒരു കൺസെൻസസിൽ ഇതെത്താൻ പരമാവധി ശ്രമിക്കണം എന്ന രൂപത്തിൽ ആ കൺസെൻസസിന്റെ ഭാഗമായി ഇപ്പോ രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും ചാൻസലർമാരെ തീരുമാനിക്കുന്നു. ആരും ആർക്കെങ്കിലും ചെയ്യുകയോ എന്താണ് കൺസെൻസസ്? ഓക്കെ, എന്താണ് ഈ കൺസെൻസസ് ഫോർമുല? ആരെയൊക്കെയാണ് നിയമിച്ചിരിക്കുന്നത്? സിസ തോമസിനെ നിയമിച്ചിരിക്കുന്നു. സിസ തോമസ് കഴിഞ്ഞ ഗവർണറും VC-ആക്കി നിയോഗിച്ച ആളാണ് എന്ന് മാത്രമല്ല അതിരൂക്ഷമായ പ്രതിഷേധം, ഗവർണറുടെ ടൂളായി പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ അതിരൂക്ഷമായ പ്രതിഷേധം ഇടത് അധ്യാപക സംഘടനകളുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും SFIയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന
നിങ്ങളുടെ ആർച്ച് റൈവൽ എന്നൊക്കെ പറയാവുന്ന ശത്രുതാ പട്ടികയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ആ സിസാ തോമസിനെ നിയമിക്കുക എന്ന ഗവർണറുടെ താല്പര്യം അംഗീകരിച്ചിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരോടും കീഴടങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നതിൽ എന്താണ് ഇതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് രണ്ട് ഭരണഘടനാ സ്ഥാപനമാണ്. നമുക്കറിയാം, സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഇത് കൺസെൻസസിലൂടെ തീർക്കണം, പരസ്പര സമ്മതത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീർക്കണം. ഇത് ആജീവനാന്ത ഒരു വൈസ് ചാൻസലർ അല്ലല്ലോ, ഒരു ഫിക്സഡ് ടൈമിലേക്കുള്ള വൈസ് ചാൻസലർ അല്ലല്ലോ, താൽക്കാലികമായിട്ടുള്ള ഒരു വൈസ് ചാൻസലർ നിയമനമാണ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ സുപ്രീം കോടതി കേൾക്കണം. കാരണം സിംഗിൾ ബെഞ്ച് ശരിവെച്ചു, ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു, സുപ്രീം കോടതിയിൽ ഒരു അപ്പീല് വാദം കേട്ട് തീരുമാനമെടുക്കുന്ന ഒരു സമയപരിധിയൊക്കെ നമുക്കറിയാം. ഈ സമയപരിധിക്കുള്ളിൽ കുട്ടികൾ സഫർ ചെയ്യാൻ പാടില്ല, കാരണം സർട്ടിഫിക്കറ്റുകൾ അടക്കം ഒപ്പിടേണ്ട നിരവധി ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു താൽക്കാലിക ഒരു സംവിധാനം എന്ന രൂപത്തിൽ കൺസെൻസസിന്റെ ഭാഗമായി രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറെ താൽക്കാലിക VC-യെ നിയമിക്കുകയാണ്. ഇത് ഒരു തരത്തിലും ഒരു സറണ്ടർ ചെയ്യലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസ് അല്ല, മറിച്ച് സുപ്രീം കോടതി ഈ വിഷയത്തിൽ അന്തിമമായി വാദം കേട്ട് സ്റ്റാറ്റ്യൂട്ടാണോ സുപ്രീം അതോ ചാൻസലറുടെ ഓഫീസാണോ സുപ്രീം, ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് വരെ ഒരു ഇന്ററിം അറേഞ്ച്മെന്റ് എന്ന രൂപത്തിൽ തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടി വരും. അതാണ് ഇന്ന് കോടതി മുമ്പാകെ അവതരിപ്പിച്ചത്. കോടതി അതിൽ നിയമന ഉത്തരവ് കോടതി ഡോക്യുമെന്റ് ആയിട്ട് സ്വീകരിച്ച് അതിൽ അന്തിമമായിട്ടുള്ള വാദം കേൾക്കാനായിട്ട് ആ കേസ് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആവശ്യകതയാണ് പ്രയോറിറ്റി. കുട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് രാഷ്ട്രീയ പോരാട്ടം നടത്തുകയായിരുന്നു എന്ന അവകാശവാദത്തിന് പ്രസക്തി എവിടെ? ഇത് മാത്രമല്ലല്ലോ വിഷയം. യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട്, ഗവർണറുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ നോക്കൂ, കേരള സർവകലാശാലയിൽ നടന്നത് എന്താണ്? കേരള സർവകലാശാലയിൽ നിന്ന് ഒടുവിൽ അനിൽകുമാറിനെ മാറ്റാൻ തീരുമാനിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ശാസ്താംകോട്ട DB കോളേജിലേക്ക് തിരിച്ചുവിട്ടല്ലോ. ഈ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ ഈ കസേരകളി കൊണ്ട് കേരള സർവകലാശാലയിലെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നതടക്കം എത്രയോ കാലമായിട്ട് തടസ്സമായി കിടക്കായിരുന്നു. ഭാരതാംബ വിഷയം ഉന്നയിച്ച പ്രശ്നം. അപ്പോൾ VC പറയുന്നത് രജിസ്ട്രാർ കേൾക്കില്ല, രജിസ്ട്രാർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കില്ല, സിൻഡിക്കേറ്റ് VC-യെ അംഗീകരിക്കില്ല. അപ്പോൾ അന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്, RSSന്റെ അജണ്ടക്കെതിരെ ഞങ്ങൾ രാഷ്ട്രീയമായി പോരാടുകയാണ്, ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് 11 മണിക്കൂറിൽ പെട്ടെന്ന് അങ്ങോട്ട് യൂട്ടേൺ അടിച്ചിട്ട് എന്നാ പിന്നെ ശരി, കുട്ടികളുടെ ഭാവി ഞങ്ങളങ്ങ് ശരിയാക്കിയേക്കാമെന്ന് തീരുമാനിക്കുന്നതിന്റെ രാഷ്ട്രീയമായ മാനം അതെന്താണ്? അതാണ് ഇപ്പോഴും ഞാൻ താങ്കൾക്ക് മനസ്സിലാകാത്തത്. ഇത് അന്തിമമായിട്ട് ഒരു നിശ്ചിത കാലത്തേക്കുള്ള VC നിയമനമല്ല, ഇടക്കാല ഒരു ഇന്ററിം അറേഞ്ച്മെന്റ് എന്ന രൂപത്തിലുള്ള താൽക്കാലിക VC. 6 മാസമാണല്ലോ താൽക്കാലിക VC-യുടെ ഒരു കാലം. ആ ഒരു VC-യുടെ അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ ഇതിലും സ്റ്റാറ്റ്യൂട്ട് നിയമസഭ പാസാക്കിയ, ജനാഭിലാഷം പ്രതിഫലിക്കുന്ന നിയമസഭ പാസാക്കിയ സ്റ്റാറ്റ്യൂട്ടിനെ വിശ്വാസത്തിലെടുക്കാതെ ആ സ്റ്റാറ്റ്യൂട്ടിനെ വെല്ലുവിളിച്ചു കൊണ്ടുപോകുന്ന ചാൻസലറാണ് ഒരു ഭാഗത്ത്. അദ്ദേഹം നിരവധി അജണ്ടയായിട്ട് വന്ന് പ്രവർത്തിക്കുന്നു. ആ അജണ്ടക്കെതിരായിട്ടുള്ള പോരാട്ടം പൂർവാധികം ഭംഗിയായി തന്നെ ശക്തിയായി തുടരുകയാണ്. ഇപ്പൊ 16 യൂണിവേഴ്സിറ്റികളുണ്ട് ഈ കേരളത്തിൽ. ആ 16 യൂണിവേഴ്സിറ്റികളിൽ ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. നിരവധി കേസുകൾ ഹൈക്കോടതിയിൽ പെൻഡിംഗ് നിൽക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നിയമസഭ പാസാക്കിയ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി ചാൻസലർ പ്രവർത്തിക്കുന്നതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം തുടരുന്നു. അരുൺകുമാർ, ഇപ്പൊ എന്തായാലും അതിലൊറ്റ പ്രശ്നം, അപ്പൊ ഇനി 10 സ്ഥിരം VC-മാരില്ല. അപ്പൊ 5-5 എന്നുള്ള നിലയിൽ ഇപ്പോ സജി ഗോപിനാഥിനെ ഗവർണർ അംഗീകരിച്ചപ്പോ സിസാ തോമസിനെ നിങ്ങൾ അംഗീകരിച്ചില്ലേ? 2 പേർക്കും ഓരോ ഗോൾ വീതം. അപ്പൊ ഇനി ബാക്കി കിടക്കുന്ന സർവകലാശാലകളിലും ഇങ്ങനെ പങ്കിട്ട് ഓരോരുത്തർക്ക് എന്നുള്ള നിലയിൽ പങ്കിട്ടെടുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നല്ലോ. ഇതിനെയാണ് ഒത്തുതീർപ്പ് എന്ന് പറയുന്നത്. അല്ല അഭിലാഷ്, അത് പങ്കിട്ടെടുക്കലോ ഒത്തുതീർപ്പ് അല്ല ഇതിലൊരു പ്രശ്നം. ഇതിൽ നമുക്കറിയാം, നിയമസഭ പാസാക്കിയ നിയമവും ലോകസഭ പാസാക്കിയ നിയമമാണല്ലോ സുപ്രീം. ആ നിയമത്തിന്റെ സാധുതയടക്കം വലിയ ഗൗരവത്തോടെ സുപ്രീം കോടതി SLP-യിൽ, അതും ചാൻസലർ പങ്കെടുത്ത SLP-യിൽ പരിശോധിക്കുകയാണ്, അപ്പീലിൽ പരിശോധിക്കുകയാണ്. ആ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഒരു ഇന്ററിം അറേഞ്ച്മെന്റ് കൺസെൻസസിലൂടെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ഞങ്ങൾ തീരുമാനമെടുക്കും എന്ന രൂപത്തിലേക്കായി മാറി. അത് ഇപ്പൊ സുപ്രീം കോടതി ഇതിൽ ഇടപെട്ട ഒരാളെ നിയമിച്ചു എന്നിരിക്കുക. അങ്ങനെ നിയമിച്ചാൽ അതൊരു പ്രീസിഡന്റ് ആയിട്ട് മാറും. പിന്നെ എല്ലാ കേസും രാജ്യത്താകമാനം എന്താ പറയുക? രാജ്യത്ത് ഏത് സർവകലാശാലയിലും തർക്കമുണ്ടായാലും സുപ്രീം കോടതിയുടെ വിധിയാണ് പറ്റില്ലല്ലോ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അരുൺകുമാറെ, നോക്കൂ, സുപ്രീം കോടതിയുടെ സുധാംശു ധൂലിയ നൽകിയ ശുപാർശ അനുസരിച്ച് VC നിയമനം നടന്നിരുന്നെങ്കിൽ രണ്ടും സർക്കാർ ആഗ്രഹിച്ച ആളുകളായിരുന്നുവെങ്കിലോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നോക്കൂ, സർക്കാരിന്റെ പക്ഷം കോടതിയിൽ വിജയിക്കുക എന്ന ഒരു പ്രതീതിയല്ലേ ഉണ്ടാവുക. രണ്ടും അപ്പുറത്ത് ഗവർണർ ശുപാർശ ചെയ്ത ആ പട്ടികയിലുള്ള ആളുകളാകാനും മതി. പക്ഷേ നല്ല സാധ്യത ഉണ്ടായിരുന്നല്ലോ, എലിജിബിൾ ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് അല്ലേ. അപ്പോ 2 യൂണിവേഴ്സിറ്റികളും ഗവർണറുടെ താല്പര്യത്തിന് വിരുദ്ധമായ നിയമനം നടന്നേനെ, ഒരു പക്ഷേ നടന്നേനെ. അതിന് വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പാണ്, അതിന് വെയിറ്റ് ചെയ്യാതെയാണ് ഈ തീരുമാനം.
ഒരു പക്ഷേ അതാണ് പ്രശ്നം. ഒരു പക്ഷേ താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾ ആദ്യം പറഞ്ഞത് എന്താ? സർക്കാരിന്റെ ലിസ്റ്റിൽപ്പെട്ട ആളായിരുന്നേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഗവർണറുടെ ലിസ്റ്റിൽപ്പെട്ട ആളായിരുന്നേനെ. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയറായ ഒരു മുൻ ജസ്റ്റിസ് കൊടുക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് സുപ്രീം കോടതി തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോ ഇതാണ് മെറിറ്റ്, അല്ലെങ്കിൽ തനിക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിലാണ് ഗവൺമെന്റിന്റെ തീരുമാനത്തിന് വിരുദ്ധമാണെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് നഷ്ടപ്പെടും. അപ്പോഴുള്ള ചർച്ചയിൽ നിങ്ങൾ തന്നെ ഞങ്ങളോട് ചോദിക്കും, ഇത് കൺസെൻസസ് ആയിക്കൂട്ടായിരുന്നോ? എത്ര തവണ സുപ്രീം കോടതി നിങ്ങൾക്ക് അവസരം തന്നു? ആ അവസരം തന്നപ്പോ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ 1 മിനിറ്റ് ഇരുന്നാൽ തീരുന്ന ചർച്ചയല്ലേ? ഇപ്പൊ രണ്ടും നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് നിങ്ങൾ തിരിച്ചു ചോദ്യം ചോദിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു ഇന്ററിം അറേഞ്ച്മെന്റ് കുട്ടികളുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തെടുക്കാൻ കാരണം ഇത് അന്തിമമായി ഈ സ്റ്റാറ്റ്യൂട്ടാണ് വലുത് എന്ന സുപ്രീം കോടതി പരിശോധിച്ച് വിധി വരും. കാരണം സ്റ്റാറ്റ്യൂട്ട് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? സ്റ്റാറ്റ്യൂട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കുമല്ലേ, അതിലൊരു നിയമവിരുദ്ധത ഇല്ലല്ലോ, ഭരണഘടനാ വിരുദ്ധത ഇല്ല. അതുകൊണ്ട് സുപ്രീം കോടതി ഇതിന്റെ നിയമസാധുത പരിശോധിച്ച് വരുന്നത് വരെ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഒരു കൺസെൻസസിലൂടെ കുട്ടികളുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അത് ഒരിക്കലും ഒരു തരത്തിലുള്ള കോംപ്രമൈസും അല്ല, കീഴടങ്ങലുമല്ല. ശരി, ഓക്കെ, തുടരണം അങ്ങ്. ജ്യോതികുമാർ ചാമക്കാല, ഇതൊരു ഒത്തുതീർപ്പോ കീഴടങ്ങലോ അല്ല, കുട്ടികളുടെ താല്പര്യം പരിഗണിച്ചുള്ള ഒരു ഇടക്കാല അറേഞ്ച്മെന്റ് മാത്രമാണ്, അത് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ചെയ്തതാണ് എന്നാണ് CPM-ന്റെ വാദം. CPM പൂർണ്ണമായും കൺവിൻസ്ഡ് ആയോ അക്കാര്യത്തിൽ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ അതിനപ്പുറത്തുള്ള ഒരു വാദത്തിന് പ്രസക്തിയില്ലല്ലോ, അത് ദഹിക്കുന്നതാണോ? അഭിലാഷേ, ഇന്ന് എനിക്ക് ദഹിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നടപടിയെ മുഖ്യമന്ത്രിയുടെ പാർട്ടി, ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ അധികാര സ്ഥാനമായ സെക്രട്ടേറിയറ്റ്, ആ സെക്രട്ടേറിയറ്റിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നു എന്ന് ഞാനും താങ്കളും ഒക്കെ വായിച്ചതല്ലേ. അപ്പോൾ സ്വന്തം പാർട്ടിയിലെ സെക്രട്ടേറിയറ്റിൽ പോലും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പിന്തുണയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അത് അവരുടെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കുട്ടികളെ കരുതിയാണ്, കുട്ടികളുടെ ഭാവി കരുതിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു കോംപ്രമൈസിന് പോയത് എന്നെങ്കിലും ദയവ് ചെയ്ത് ഇത്തരത്തിൽ കുട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയെ കരുതിയാണ് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തതെന്നും പറഞ്ഞ് ഞങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ബാക്കി യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ, ബാക്കി സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ സെർച്ച് കമ്മിറ്റിയിലേക്ക് കൊടുക്കേണ്ട സെനറ്റിൻ്റെയും സിൻഡിക്കേറ്റിൻ്റെയും പ്രതിനിധികളെ കൊടുക്കാതിരിക്കുന്നത് നിങ്ങളല്ലേ? ആക്ടിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ഇത്രയും കാലം ആരായിരുന്നു ഈ സെർച്ച് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ആരായിരുന്നു നോട്ടിഫിക്കേഷൻ? ഇതൊക്കെ ഈ രാജ്യത്ത് നിലവിലുള്ളതല്ലേ? എപ്പോഴാണ് നിങ്ങൾ തർക്കം തുടങ്ങിയത്? എന്തിനായിരുന്നു നിങ്ങളുടെ തർക്കം? നിങ്ങൾക്ക് എന്തായിരുന്നു നഷ്ടം? അപ്പോൾ അവിടെയല്ല പ്രശ്നം. ഇവിടെ ഈ കേസിനകത്ത് നമുക്കറിയാം, സിസ തോമസ് ഏറ്റവും വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദം അവിടെയാണ് കാണുന്നത്. സിസ തോമസിനെ KTUവിൻ്റെ വൈസ് ചാൻസലറായി അംഗീകരിച്ചുകൊണ്ട് സർക്കാർ, മുഖ്യമന്ത്രി തന്നെ ഗവർണറുടെ മുന്നിലേക്ക് കീഴടങ്ങുമ്പോൾ സിസ തോമസിനെതിരെ ഇവർ സ്വീകരിച്ചുള്ള നടപടികൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു സിസ തോമസിനെതിരെ അവർ നടപടി സ്വീകരിക്കാനിടയായ സാഹചര്യം? അഭിലാഷിന് അറിയാമല്ലോ. സിസ തോമസ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു. ഇവിടെ രാജശ്രീ എന്ന് പറയുന്ന KTUവിൻ്റെ വൈസ് ചാൻസലറെ സുപ്രീം കോടതി അസാധുവാക്കിയപ്പോൾ പകരം ചുമതല കൊടുക്കാൻ ഒരാളോട് ചുമതല ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ആരും തയ്യാറാകാതെ വന്നപ്പോൾ, ഡയറക്ടർ തന്നെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ തന്നെ തയ്യാറാകാതെ വന്നപ്പോൾ തൊട്ടടുത്ത സീനിയർ ആളിനോട് നിങ്ങൾ ചുമതല ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗവർണർ ആവശ്യപ്പെട്ടപ്പോൾ, ഗവർണറല്ല ചാൻസലർ ആവശ്യപ്പെട്ടു. ചാൻസലർ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഉത്തരവാദിത്വപ്പെട്ട പദവിയിലിരിക്കുന്ന ആളെന്ന നിലയിൽ ആ ഡോക്ടർ സിസ തോമസ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ കാണാനും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയെ കാണാനും ഒക്കെ ചെന്നപ്പോൾ അവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഏറ്റവും അവസാനം അവർക്കെതിരായി സമരം നടത്തിയ SFI അവരെ സർവകലാശാലയിൽ കയറാൻ സമ്മതിക്കാതെയാക്കി. എന്തെല്ലാം പ്രത്യക്ഷ സമര പരിപാടികളാണ് SFI DYFI അവർക്കെതിരെ നടത്തിയത്. ഇനി അവർ റിട്ടയർ ചെയ്തതിന് മുമ്പ് അവരെ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നു. അതിനെതിരെ അവർ പോരാടിയത് വെറും ഹൈക്കോടതിയിൽ മാത്രമല്ല, ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലുമൊക്കെ അവർ പോരാടിയതിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകിയത്. അപ്പോൾ അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു ചാൻസലർ ഗവർണർ പറഞ്ഞത് കേട്ടതിൻ്റെ പേരിൽ മാത്രം വേട്ടയാടി, വെറും വേട്ടയാടലല്ല, പരമാവധി വേട്ടയാടി അവർ സുപ്രീം കോടതിയിൽ നിന്ന് നീതി നേടിയവരാണ്. ആ സ്ത്രീയെ തന്നെ, ആ ഡോക്ടറെ തന്നെ, ആ പ്രൊഫസറെ തന്നെ ഇപ്പോൾ KTUവിൻ്റെ വൈസ് ചാൻസലറായി തിരിച്ച് അംഗീകരിച്ച് അതേ കസേരയിലേക്ക് കൊണ്ടിരുത്തുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഡോക്ടർ സിസ തോമസ് സന്തോഷിക്കുന്നുണ്ടാകും. തന്നെ ആരൊക്കെയാണോ തള്ളിപ്പറഞ്ഞത് അവരൊക്കെ ഇപ്പോൾ തൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി, അല്ലെ തൻ്റെ അപ്പോയിൻമെൻറ്റിനെ സാധൂകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തിരിക്കുന്നു അല്ലേ?
അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, LDF സംബന്ധിച്ച്, CPM സംബന്ധിച്ച്, SFI സംബന്ധിച്ച്, DYFI സംബന്ധിച്ച് കീഴടങ്ങലല്ലാതെ പിന്നെ എന്താണ്? ഭാവിയെ കരുതിയാണോ? അല്ല, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കുട്ടികളുടെ ഭാവിയെ കരുതിയാണോ? ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിൽ മറ്റൊരു സെനാരിയോ ഉണ്ട്. ഇതേ സിസ തോമസ് റിപ്പോർട്ട് എഴുതിയിട്ടുള്ള സജി ഗോപിനാഥിനെ VC ആക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ടെന്യൂറിൽ CAG ഓഡിറ്റ് നടന്നിട്ടില്ല, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 പേജോ മറ്റോ വരുന്ന റിപ്പോർട്ട് ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്തായാലും പറ്റില്ല, ഒരു കാരണവശാലും ഇദ്ദേഹത്തെ പറ്റില്ല എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗവർണർ. ഇപ്പൊ സിസ തോമസിന്റെ കാര്യത്തിൽ സർക്കാർ വഴങ്ങിയപ്പോൾ സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ ഗവർണറും വഴങ്ങി. അപ്പൊ ഇതിനൊക്കെ ഏത് തരത്തിലുള്ള എത്തിക്സ് ഉണ്ടെന്നൊരു പ്രശ്നമുണ്ട്. ഞാനൊരു പാർട്ടിൽ പറഞ്ഞു തരുന്നുള്ളൂ അഭിലാഷേ, ഞാൻ അതിലേക്കാണ് ബാക്കി വരുന്നത്. അപ്പോൾ താങ്കൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഡോക്ടർ സജി ഗോപിനാഥിനെ സംബന്ധിച്ച്, സജി ഗോപിനാഥിൻ്റെ കാലത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ച് സിസ തോമസ് പുറത്തു കൊണ്ടുവന്നു, വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അവരെ അതിൻ്റെ പേരിൽ കൂടി വേട്ടയാടി. അപ്പോൾ സജി ഗോപിനാഥിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ചാൻസലർ, ഗവർണർ വന്നിട്ട് പോകുന്ന ഒരാൾ, അദ്ദേഹം നടത്തുന്ന നടപടി സ്വാഭാവികമായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകണം, തർക്കമൊന്നും വേണ്ട. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ഒരാളെ ഒരു പദവിയിലേക്ക് ഇരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനെതിരായി ആരോപണങ്ങൾ നിൽക്കുന്ന ഒരാളെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മറിച്ച് ഗവർണർ ആവശ്യപ്പെട്ടത് താൻ പറഞ്ഞതിൻ്റെ പേരിൽ, ഒരു വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തതിൻ്റെ പേരിൽ മാത്രം അവരുടെ ബാക്കി നിന്ന സർവീസ് കാലയളവിൽ ഉടനീളം അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വത്തെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ഇത് രണ്ടാണ് അഭിലാഷേ. ഒന്ന്. ഇനി മറ്റൊന്ന്, ഇവിടെ ഇതിൻ്റെ ഭാഗ്യപത്രമായിട്ട് എന്താ സംഭവിച്ചത്? ഡോക്ടർ അനിൽകുമാർ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന രാജ്ഭവന്റെ അതിർത്തി എന്താണ്? രാജ്ഭവന്റെ അതിർത്തി ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, ഗവർണർക്കെതിരായ ഒരു നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരുടെ നടപടിയാണ്. ആ നടപടിയിൽ അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധിയായ കേസുകൾ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ ഹൈക്കോടതിയിൽ പോയിട്ടും ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു രജിസ്ട്രാർ, ആ രജിസ്ട്രാറെ ആ സസ്പെൻഷൻ കാലയളവിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി ക്യാൻസൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മടക്കി അയക്കുന്നു. അദ്ദേഹം ഇവിടെ വിപ്ലവം നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം സസ്പെൻഷനിൽ പോയത്. അദ്ദേഹം ഇവർ പറയുന്ന ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യക്ഷ സമരപരിപാടികളുടെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്തുപോയത്. അദ്ദേഹത്തെ സംരക്ഷിക്കുവാനും ഈ സർവകലാശാലയിൽ നടത്തിയിട്ടുള്ള നാശനഷ്ടങ്ങളും അതിനുവേണ്ടി CPM-ഉം LDF-ഉം SFI-യും ഒക്കെ നടത്തിയിട്ടുള്ള ഒറ്റ സംഘർഷം, ആ സർവകലാശാലയുടെ മെയിൻ ഡോർ ഉൾപ്പെടെ അടിച്ചു തകർത്തത്, ആ സർവകലാശാല നടത്തിയ കാട്ടിക്കൂട്ടിയ അഭ്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നോക്കൂ, അദ്ദേഹത്തെ ബലി കൊടുത്തിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടി സാങ്കേതികമായ അഭിലാഷം ചോദിക്കട്ടെ. അദ്ദേഹം ഇപ്പോൾ കേരള സർവകലാശാല സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു രജിസ്ട്രാറാണ് അല്ലേ? ആ രജിസ്ട്രാർ സർവകലാശാലയിൽ നിന്ന് തിരിച്ച് അദ്ദേഹം മദർ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അഥവാ ഞാൻ മനസ്സിലാക്കുന്നത് ശാസ്താംകോട്ട DB കോളേജിലേക്ക് മടങ്ങി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെന്റ്, പ്രിൻസിപ്പൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെന്റിനെ സാധൂകരിക്കാൻ നമ്മുടെ വൈസ് ചാൻസലർക്കോ യൂണിവേഴ്സിറ്റിക്കോ കഴിയുമോ? കഴിയില്ല. കാരണം സാങ്കേതികമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സർവകലാശാലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സർക്കാർ പോയി കീഴടങ്ങി എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ സർക്കാർ കീഴടങ്ങി എന്നുള്ളതാണ് തന്നെയാണ്. ശരി, കീഴടങ്ങൽ എന്നുള്ളതാണ് പോയിന്റ്. ഞാൻ മറ്റതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അരുൺകുമാർ, ഇവിടുത്തെ സിസ തോമസിന്റെ വിഷയം ചൂണ്ടിക്കാണിച്ചല്ലോ. 10-ാം തീയതി കഴിഞ്ഞ ദിവസം മന്ത്രി P. രാജുവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും ഗവർണറെ സന്ദർശിച്ചു. സമവായ ചർച്ച. സിസ തോമസിന്റെ കാര്യം മാത്രം പറ്റില്ല, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് തിരികെ പോയത്. പിന്നെ 14-ാം തീയതി മുഖ്യമന്ത്രി പോകുമ്പോൾ ശരി സിസ തോമസിന്റെ കാര്യമെങ്കിൽ സിസ തോമസിന്റെ കാര്യം ഞാൻ സമ്മതിക്കാം എന്ന് ഗവർണറോട് സമ്മതിക്കുകയാണ്. ഈ സിസ തോമസിനെ യൂണിവേഴ്സിറ്റിയിൽ കയറ്റാതിരിക്കാൻ എന്തൊക്കെ ചെയ്തു ഞാൻ കഴിഞ്ഞ സമയത്ത് അത് വിശദീകരിച്ചല്ലോ. എന്തെല്ലാം ചെയ്തു അതേപോലെയാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ KS അനിൽകുമാറിന്റെ കാര്യവും. ഓക്കെ, അപ്പോൾ ഫൈനലി എന്തായാലും കൺസീഡ് ചെയ്തല്ലോ. ഇത്രയും നാളുണ്ടായ ബുദ്ധിമുട്ടിന് ഈ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളോട് മാപ്പ് ചോദിക്കുന്നത് ഉചിതമാവില്ലേ? ഞാനതിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞത് ദഹിക്കുന്നതാണോ ഇന്ന് എന്നതാണ്. പലർക്കും ഇത് ദഹിക്കില്ല. കാരണം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത മുന്നേറ്റത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പലർക്കും ദഹിക്കില്ല. ആ ദഹിക്കാത്തവർ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ 11-ാം തീയതി 10-ാം തീയതി ബഹുമാനപ്പെട്ട നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പോയിട്ട് സംഭവിച്ച് 11-ന്റെ സുപ്രീം കോടതി ഉത്തരവ് ഞാൻ വായിക്കാം. Despite best of our effort, the deadlock continued till this date. The Vice Chancellor and Chief Minister have not been able to reach any consensus as regards
appointment of particular person as vice chancellor in the two universities. The entire exercise has been very well undertaken by the committee constituted by us, headed by Honorable Justice Siddedu Dulia. It was expected that the vice chancellor and the chief minister would reach to some consensus and finalize the name. അതായത് 11-ാം തീയതി രണ്ട് മന്ത്രിമാർ പോയി കണ്ട് സംസാരിച്ച് പിറ്റേ ദിവസം 11/12/2025 സുപ്രീം കോടതി പറയാണ് ഈ കോടതി പരമോന്നത നീതിപീഠം പ്രതീക്ഷിക്കുകയാണ് ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ ചാൻസലറും ഒരുമിച്ച് വുഡ് റീച്ച് ടു സം കൺസെൻസസ് ആൻഡ് ഫൈനലൈസ് ദ നെയിം. പരമോന്നത നീതിപീഠം 11-ാം തീയതി വീണ്ടും പ്രഷറൈസ് ചെയ്യാണ് ഒരു കൺസെൻസസിന് വേണ്ടിയിട്ട്. ഏതിനാ? താൽക്കാലിക അറേഞ്ച്മെന്റ്സ്. ആ കുട്ടികൾ സഫർ ചെയ്യാൻ പാടില്ല, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരെ അത് ബാധിക്കാൻ പാടില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻ ഓഫ് ലോ സുപ്രീം കോടതി പരിഗണിച്ച് തീരുന്നത് വരെയുള്ള ഒരു ഇൻട്രീം അറേഞ്ച്മെന്റ്. അതുകൊണ്ട് തന്നെയാണല്ലോ താൽക്കാലിക വി സി എന്ന് പറയുന്നത്, ഒരു പെർമനന്റ് വി സി അല്ല. വീണ്ടും പരമോന്നത നീതിപീഠം ഇതുവരെ ഒരു കൺസെൻസസ് എത്തിയില്ല എന്ന ഒരു ഡിസ്പ്ലഷർ രേഖപ്പെടുത്തുകയും ഇനിയും അതിന് ട്രൈ ചെയ്യണമെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചാൻസലറും സംസാരിക്കുന്നു. അതിൽ ശരിക്കും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓരോ യൂണിവേഴ്സിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ പോലും ഒരു താൽക്കാലിക അറേഞ്ച്മെന്റ്സ് ഈ ഇഷ്യൂവിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആണ്. അത് ഈ ജഡ്ജ്മെന്റ് വായിച്ചാൽ, ഇന്ററിം ഓർഡർ വായിച്ചാൽ, ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന പ്രൊസീഡിംഗ്സ് വായിച്ചാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ, ഇത് CPM RSS ഡീലാണോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. സ്വാഭാവികമായും ചോദിക്കും. കാരണം വലിയ പോരാട്ടമായിരുന്നല്ലോ. ചക്കളത്തിപ്പോര് എന്നൊരു പ്രയോഗമുണ്ട്. യഥാർത്ഥത്തിൽ പോരൊന്നും ഉണ്ടാവില്ല, പക്ഷേ പോരാണ് എന്ന് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് തോന്നും. ഇവിടെ ഇപ്പോൾ ഈ സർവകലാശാലകളെ RSS വൽക്കരിക്കുന്നേ എന്ന് പറഞ്ഞ് CPM വലിയ നിയമയുദ്ധത്തിലും അതല്ലാത്ത വിദ്യാർത്ഥികളെ അണിനിരത്തിയുള്ള യുദ്ധത്തിലുമായിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോഴത്തേക്ക് അതൊക്കെ അവസാനിക്കുകയാണ്. ഇതിൽ കാണേണ്ടത് മുഖ്യമന്ത്രി ഗവർണറെയല്ല, ഗവർണർ മുഖ്യമന്ത്രിയാണ് വിളിച്ചത് കൺസെൻസസിന് വേണ്ടി. എന്നിട്ട് ആരോടാണോ ഗവർണർക്ക് അതിന്റെ മെറിറ്റിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് അയാളെ നിയമിക്കാൻ ഗവർണർ അങ്ങ് സമ്മതിച്ചു. തിരിച്ച് ആരോടാണോ ഏറ്റവും എതിർപ്പ് മുഖ്യമന്ത്രിക്കുള്ളത് അവരെ നിയമിക്കാൻ മുഖ്യമന്ത്രിയും അങ്ങ് സമ്മതിച്ചു. ഇതൊക്കെ കണ്ടിരിക്കുന്ന ജനങ്ങൾ എന്ത് കരുതണം? ജനങ്ങൾക്ക് എന്ത് കരുതണം എന്ന് ഞാൻ പറയില്ല, അത് ജനങ്ങൾ തന്നെ കരുതട്ടെ അഭിലാഷേ. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ ഞാനും താങ്കളോട് യോജിക്കും. ആ പോരാട്ടം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ UGC ചട്ടങ്ങൾ പാലിക്കണമോ, രാജ്യത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയത്തിൽ നിന്നും മോചിപ്പിക്കണമോ, മെറിറ്റ് ആയിരിക്കണമോ, പൊളിറ്റിക്കൽ എൻറ്റിറ്റികളെ തിരികെ കയറ്റലായിരിക്കണമോ, ചാൻസലർ പോലുള്ള സുപ്രധാനമായ പദവികളിൽ അത്തരത്തിലുള്ളൊരു തുറന്ന ചർച്ച ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ തലവൻ, ഭരണത്തലവൻ എന്ന നിലയ്ക്ക് ഗവർണറും അദ്ദേഹത്തോടൊപ്പം സംസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹവും തമ്മിൽ കൂടിയിരുന്ന് ആലോചിക്കേണ്ടതായിരുന്നു. പകരം കേരളത്തിൽ ഉണ്ടായത് എന്താണ്? വളരെ അല്പം വൈകിയാണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉദിച്ച നല്ലൊരു ബുദ്ധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇതിന് അവകാശവാദം കോൺഗ്രസ് എന്താണ് പറയുന്നത് എന്ന് നമ്മളെ അലട്ടുന്നേ ഇല്ല അഭിലാഷേ. ഞാൻ ഒരു കാര്യം താങ്കളുടെ മുമ്പാകെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കട്ടെ. നോക്കൂ, കേരളത്തിൽ ഗവർണറുടെ ഡാഷിന്റെ വകയല്ല സർവകലാശാലകൾ എന്ന് പറയുകയും കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന തരത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ കലാപ കലുഷിതമാക്കുകയും തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഗവർണർമാരെ രാഷ്ട്രീയവും ഭീഷണിയും കൊണ്ട് വരുതിയിൽ നിർത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കേരളം ഇക്കാലം അത്രയും നേടിയത് എന്തായിരുന്നു എന്ന് അഭിലാഷേ നമ്മൾ ഈ തരുണത്തിൽ ചിന്തിക്കണ്ടേ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിലവാര തകർച്ച, കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരും മറ്റുള്ളവരും രാഷ്ട്രീയ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് മെറിറ്റിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കേരളത്തിലെ 10 സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർ ഇല്ല. ഒരു ഭാഗത്തു നിന്നല്ല, ഗവർണർക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ആളുകളെ നിയോഗിക്കണം, സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ നിയോഗിക്കണം. ഈ തർക്കത്തിലാണ് ഏകപക്ഷീയമായി ഒരു ഭാഗത്തു നിന്നുകൊണ്ടല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ ക്രൈസിസ് ഉണ്ടായത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴങ്ങാതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചക്കളത്തിപ്പോരിൽ ഏർപ്പെട്ടപ്പോൾ അതിന് നഷ്ടം ഉണ്ടായത് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായത് വിദ്യാർത്ഥികൾക്കാണ്, സർവകലാശാല വിദ്യാർത്ഥികൾക്കാണ്. അതിൽ ഒരു പക്ഷത്ത് മാത്രമല്ല കുറ്റം. പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ. എന്തോ ഒരു ചെറിയ പ്രശ്നം. ഞാൻ ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്ററിലേക്ക് വരാം. ശ്രീ ഷാജർ ഖാൻ, ഇപ്പോൾ 2 യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ, ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിലും
അതുപോലെ തന്നെ KTUവിൻ്റെ കാര്യത്തിൽ സമവായമായിരിക്കുന്നു. അവിടുത്തെ ഭരണ പ്രതിസന്ധി അയയുന്നു. സർക്കാരും ഗവർണറും തമ്മിലൊരു താൽക്കാലികമായെങ്കിലും സമവായം ഉണ്ടാവുന്നു. ഇവിടെ മുഖ്യമന്ത്രി പ്രോ ചാൻസലറായിട്ടുള്ള സർവകലാശാലയിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളെ VC ആയി വെക്കാൻ ഈ സമവായം ഒരു സഹായമായി അല്ലെങ്കിൽ അതിന് സാധിച്ചു. അങ്ങനെ ഒരാളെ VC ആയി വെക്കുക എൻ്റെ താല്പര്യമനുസരിച്ച് എന്നതിനപ്പുറത്തുള്ള എന്തെങ്കിലും ഇഷ്ടം, താല്പര്യം മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകാമോ? അഭിലാഷേ, ഇതിൽ യാതൊരു അത്ഭുതവുമില്ല. ഈ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് CPM-ഉം BJP-യും കാലങ്ങളായി പിന്തുടർന്നു വരുന്ന ഒരേ നയത്തിൻ്റെ സമവായത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. നമ്മളിപ്പോൾ വൈസ് ചാൻസലർ നിയമനത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. വൈസ് ചാൻസലർ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം ഗവർണറും അഥവാ BJP-യും സംഘപരിവാറും CPM-ഉം തമ്മിലുള്ള ഒരു സമവായത്തിൻ്റെ ഒത്തുതീർപ്പിൻ്റെ പ്രത്യക്ഷമായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. പക്ഷേ ഇത് ഇപ്പോൾ PM ശ്രീ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെൻറ്റും മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചതിലും ഈ നയപരമായ സമവായം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ലേബർ കോഡുകളുടെ കാര്യം എടുത്താൽ, ലേബർ കോഡുകളുടെ കാര്യത്തിൽ അതിന് ചട്ടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ പറഞ്ഞ ചക്കളത്തി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന, കേന്ദ്രത്തിലെ BJP-ക്ക് എതിരായി ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി സർക്കാർ എങ്ങനെയാണ് ലേബർ കോഡുകൾക്ക് ചട്ടം നിർമ്മിച്ചത്? എങ്ങനെയാണ് PM ശ്രീ പ്രോജക്റ്റ്, വിദ്യാഭ്യാസ വിരുദ്ധമായ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി സംസ്ഥാനത്ത് നടപ്പാക്കിക്കോളാം എന്ന് പറയുന്ന ആ വ്യവസ്ഥയടങ്ങിയ PM ശ്രീ പ്രോജക്റ്റിൻ്റെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചത്? എങ്ങനെയാണ് ഈ പറയുന്ന സിസ തോമസിൻ്റെ കാര്യത്തിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം സിസ തോമസിൻ്റെ കാര്യത്തിൽ പിന്നെ നേരത്തെ അഭിലാഷ് വിശദീകരിച്ചതുപോലെ അത്രയുമേറെ പ്രകടമായി ഈ സംഘപരിവാർ നോമിനിയാണ്, അതുകൊണ്ട് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് പുറമേക്ക് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ സമരങ്ങൾ നടത്തുകയും ചെയ്തവരാണല്ലോ. പക്ഷേ അവർക്കിതിൽ ഒത്തുതീർപ്പിലെത്താൻ ഒരു തടസ്സവുമില്ല. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? അത് വളരെ പകൽ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അത് നയപരമായ ഒരേ രാഷ്ട്രീയ അധികാര ഘടനയുടെ വ്യത്യസ്ത മുഖങ്ങളായി ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്താൽ, ഓരോ നടപടിയും നമ്മൾ വിശകലനം ചെയ്താൽ നമുക്കതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അല്ലാതെ ഇത് പിന്നെ എന്താ പറയുക, ഈ ചക്കളത്തി പോരാട്ടത്തിൻ്റെ ഭാഗമായി സിസ തോമസിനെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, അങ്ങനെ ഒരു പിന്നെ സംഘപരിവാർ നോമിനി അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് അവർക്കില്ല, യഥാർത്ഥത്തിലില്ല. അതുപോലെ സജി തോമസിൻ്റെ പിന്നെ കാര്യത്തിലാണെങ്കിൽ പോലും, സജി ഗോപിനാഥിൻ്റെ കാര്യത്തിലാണെങ്കിലും സംഘപരിവാറിനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു കർശനമായ ഇതില്ല. കാരണം രണ്ടു കൂട്ടരും ഏകദേശം നയപരമായി ഒരേ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ പിന്നെ വ്യക്തികളാര് എന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട വിഷയമേ ആകുന്നില്ല. ഒരേ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ കൊണ്ടുവരുന്ന നയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെൻറ്റായി അവരോടൊപ്പം അവർ കീഴടങ്ങി എന്നുള്ള പദമല്ല ഉപയോഗിക്കുക, വാസ്തവത്തിൽ കീഴടങ്ങലല്ല, യഥാർത്ഥത്തിൽ ഒരേ നയത്തെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ ഈ കൂട്ടർ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് അവർക്കത് ഈ സമവായം ഉണ്ടാക്കാൻ ഒരു തടസ്സമില്ല. അത് നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പോൾ CPM-ഉം BJP-യും തമ്മിൽ വളരെ വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കുന്നു എന്ന് സാധാരണ ആളുകൾക്ക് പോലും പറയാൻ പറ്റുന്ന വിധത്തിൽ പ്രകടമാണ്. ശരി, ഇതൊരു ഡീലാണ് എന്നുള്ളതാണ് ആരോപണം. എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് വരാം. ചർച്ചയിലേക്ക് ഉണ്ട് ശ്രീ ജ്യോതികുമാർ ചമക്കല. താങ്കൾ ഈ യൂണിവേഴ്സിറ്റി വിഷയങ്ങൾ വളരെ കാലമായി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണല്ലോ. ഇവിടുത്തെ ഒരു പ്രശ്നം, പണ്ട് വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിൽ ഭരിക്കുന്ന മുന്നണിക്കകത്തെ സമവായം, അതിലെ കക്ഷികളുടെ അഭിപ്രായം തുടങ്ങിയവയൊക്കെ ഘടകങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ പറ്റില്ല. ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇത് CPM RSS ഡീലാണ്, CPM BJP ഡീലാണെന്ന് ആരോപിച്ചാൽ, ഇപ്പോൾ 6-7 മാസം കഴിഞ്ഞ് നിങ്ങളുടെ സർക്കാർ അധികാരത്തിലെത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സർക്കാരിന് ഇഷ്ടപ്പെടുന്ന, സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ വിവിധ സർവകലാശാലകളുടെ VC ആയി വെക്കാൻ പറ്റില്ല. VC പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയുമാണ്. അപ്പോഴും സമവായത്തിന് പോകേണ്ടി വരും. കാരണം കാര്യങ്ങൾ കുറെ കൂടി രൂക്ഷമാവുകയാണെന്ന് മാത്രമല്ല, കോളേജുകൾ തന്നെ സർവകലാശാലകളുടെ കീഴിൽ അല്ലാത്ത വിധത്തിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ നിയമം വരികയാണ് അടുത്ത് തന്നെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ കാലത്ത് ഇതുപോലെ VC-യെ നിയമിക്കാൻ പോയാൽ അപ്പോൾ കോൺഗ്രസ് BJP ഡീൽ എന്ന് ആരോപിക്കേണ്ടി വരില്ലേ? ഈ വിഷയം എന്ന് പറയുന്നത് സങ്കീർണമാണ് എന്ന ഒരു കാര്യം ഉൾക്കൊള്ളുന്നുണ്ടോ? അഭിലാഷ്, ഇതിനകത്ത് ആത്യന്തികമായ പ്രശ്നം എന്താണ്? ഇവിടെ നോക്കൂ, അരുൺകുമാർ പോലും പറഞ്ഞത് എത്ര പർവ്വതീയ അല്ലെങ്കിൽ എത്ര സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണ്. നോക്കൂ, ഇവിടെ ഈ കേസിൽ ഇപ്പോൾ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ കേസിൽ പോലുമാണ് ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതി വരെ പോയിരിക്കുന്നത്. ആ കേസിലേക്ക് പോയിട്ടുള്ളത് ആരാണ്? സർക്കാരാണ് ആദ്യം യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ പോയത്. സർക്കാർ പോയത് എന്തിനാണ്?
ഈ രണ്ട് സർവകലാശാലകളുടെയും ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ താൽക്കാലിക VC-മാരെ 6 മാസത്തിലധികം നിയമിക്കുമ്പോൾ ആദ്യം പീരീഡിലേക്ക് നിയമിക്കുമ്പോൾ സർക്കാരിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ചെയ്തുകൊണ്ടാണ് സർക്കാർ ആദ്യം കോടതിയിൽ പോയത്. ഒരിക്കൽ കോടതി അത് ശരിവെച്ചു. പിന്നീട് രണ്ടാമത്തെ തവണ വീണ്ടും എക്സ്റ്റൻഷൻ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ സർക്കാർ അതിനെ എതിർത്തു. കോടതി ആ എക്സ്റ്റൻഷൻ കൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ഗവർണർ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ ഈ താൽക്കാലിക VC നിയമനത്തിൽ എത്ര കാലതാമസം എടുത്തു, എത്ര നാൾ കോടതിയിൽ പോയി എന്നതിനെ സംബന്ധിച്ച് നോക്കിയാൽ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി നോക്കിയാണ് ഞങ്ങളിപ്പോൾ കോംപ്രമൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതേ കോംപ്രമൈസ് അപ്പോൾ തന്നെ മതിയായിരുന്നല്ലോ. ഈ കോംപ്രമൈസ് അപ്പോൾ തന്നെ ആകാമായിരുന്നല്ലോ. പിന്നെ അതിനപ്പുറത്തേക്ക് ഈ കോടതി വിധി, ഈ കോടതിയുടെ ഇടപെടൽ നിയമപ്രകാരമല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വിധിയിൽ കോടതിയുടെ ഇടപെടൽ നിയമപ്രകാരമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നോക്കൂ, എന്തുകൊണ്ടാണ് ഇവിടെ ഗോപിനാഥ് രവീന്ദ്രൻ കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് പുറത്തുപോയത്? അവിടെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നയാളെ വൈസ് ചാൻസലർ ആക്കണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തതിൻ്റെ പേരിലാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ രാജശ്രീ KTUവിൽ നിന്ന് പുറത്തുപോയത്? അവരുടെ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിൻ്റെ പ്രതിനിധിയായി ചീഫ് സെക്രട്ടറി പങ്കെടുത്തുകൊണ്ടാണ്. സുപ്രീം കോടതിയുടെ നിരവധിയായ വിധികളുണ്ട്. ഒരു കാരണവശാലും വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്ന പാനലിലോ അതിൻ്റെ സെർച്ച് കമ്മിറ്റിയിലോ ഒരു കാരണവശാലും സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ടവർ ഉൾപ്പെടാൻ പാടില്ല എന്ന്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് ഈ പാനൽ ജസ്റ്റിസ് ദൂലിയ ഉണ്ടാക്കുന്ന പാനൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, മുഖ്യമന്ത്രി പ്രയോറിറ്റി തീരുമാനിക്കണമെന്ന് പറയാൻ കഴിയുക? അപ്പോൾ അത് ഘടകവിരുദ്ധമായതുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതി തന്നെ ഇന്ന് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഓർഡറിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ നോക്കൂ, ഇവിടെ 14 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഉള്ളതിൽ ഒരു സർവകലാശാലയിൽ നമ്മുടെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ഡോക്ടർ മോഹൻ കുന്നുമേൽ പെർമനന്റ് VC ആയിട്ടുള്ളത്. ബാക്കി സർവകലാശാലകളിലെല്ലാം വൈസ് ചാൻസലർ പദവി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ വൈസ് ചാൻസലർ പദവി ഒഴിഞ്ഞു കിടക്കുന്നത് സർക്കാർ പറയുന്നത് ഇവിടെ BJPയുടെ ആളുകളെ നിയമിക്കപ്പെടാം എന്നുള്ളത് കൊണ്ടാണ്. ഗോപിനാഥ് ഡോക്ടർ ഇപ്പോൾ പറയുന്ന ഡോക്ടർ മോഹൻ കുന്നുമേൽ അദ്ദേഹം തികഞ്ഞ RSSകാരനാണ്. അദ്ദേഹം ഈ എന്താ പറയുന്നത് അയോധ്യ ക്ഷേത്രത്തിൻ്റെ ആ പരിപാടിയിൽ ഉൾപ്പെടെ പങ്കെടുത്തയാളാണ്. അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ ഇതേ ഇടതുപക്ഷം എതിർത്തിരുന്നോ? അദ്ദേഹം ബാക്കിയുള്ള വൈസ് ചാൻസലർമാർ ഇതുവരെ നിയമിച്ചുള്ള വൈസ് ചാൻസലർമാരെ നിയമിച്ചപ്പോൾ ഇടതുപക്ഷം എവിടെയെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നോ? ഇല്ല. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ആക്ട് അനുസരിച്ച് ഇപ്പോൾ കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു, സംസ്ഥാനത്ത് ആര് ഭരിക്കുന്നു, അല്ലെങ്കിൽ ഗവർണർ ആര്, ചാൻസലർ ആര്, മുഖ്യമന്ത്രി ആര് എന്നുള്ളതല്ല പ്രശ്നം. തുടർച്ചയായി സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർവകലാശാലകളെ രാഷ്ട്രീയ വിമുക്തമാക്കണം, അക്കാഡമീഷ്യൻസ് വേണം വൈസ് ചാൻസലർമാരാകാൻ. അക്കാഡമീഷ്യൻസ് വൈസ് ചാൻസലർമാരാകണമെങ്കിൽ അതിന് സെർച്ച് കമ്മിറ്റി എങ്ങനെ വേണമെന്നും അതിൽ ആരൊക്കെ ഉണ്ടാകണമെന്നും തുടർച്ചയായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ UGC റെഗുലേഷൻ്റെ ഏറ്റവും അവസാനത്തെ റെഗുലേഷനിൽ മാത്രം ഈ സെർച്ച് കമ്മിറ്റി ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നോ അതിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടില്ല. പകരം UGCയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് അടിസ്ഥാനപരമായി ഈ വിഷയങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വന്നാൽ പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തേത്, ഇത് ഭാവിയിൽ സംഭവിക്കുമോ? അത് സംഭവിച്ചേക്കാം. കാരണം UGC റെഗുലേഷൻ പാർലമെൻറ്റ് പാസ്സാക്കുമ്പോൾ BJP നേതൃത്വം പാർലമെൻറ്റിൽ ഉള്ളപ്പോൾ അവർക്ക് ഭൂരിപക്ഷം ഉള്ളപ്പോൾ, നേരത്തെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ സംസ്ഥാനങ്ങളിൽ. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുകയും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുകയും ചെയ്തിട്ടില്ലേ? ഇവിടെ വൈസ് ചാൻസലർമാരെ വെച്ചിട്ടില്ലേ? കോൺഗ്രസിൻ്റെ ഗവർണർമാർ അമിതമായി ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ BJP വന്നതിന് ശേഷം ദേശീയ തലത്തിൽ ഈ പറഞ്ഞതുപോലെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന ഭയം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും BJPക്ക് ദേശീയ തലത്തിൽ ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം അവർ പാർലമെൻറ്റിൽ UGC റെഗുലേഷൻസ് പാസ്സാക്കുന്നിടത്തോളം കാലം ആ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഏത് കോടതി എത്ര ഇടപെട്ടാലും ആ റെഗുലേഷനുമായി മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ. അതൊരു വസ്തുതയാണ്. ആ വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നേരിട്ട് രാഷ്ട്രീയവുമായി ബന്ധമുള്ളവരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അക്കാഡമീഷ്യൻസ് തിരഞ്ഞെടുക്കുന്ന ഒരു പ്യൂർലി അക്കാഡമിക് ആയിട്ടുള്ള ഒരു വ്യക്തി വൈസ് ചാൻസലറായി വരണം എന്ന കൺസെപ്റ്റാണ് അക്കാഡമീഷ്യൻസിന് ഉണ്ടാകേണ്ടത്, സർവകലാശാലയിൽ ഉണ്ടാകേണ്ടത്, സർവകലാശാലയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഉണ്ടാകേണ്ടത്. ശരി, അവിടെ ശ്രീ അരുൺകുമാർ, ഇപ്പോൾ ഈ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സ്പെസിഫിക് ആയി സ്റ്റാറ്റ്യൂട്ടിലുണ്ട് ഗവൺമെന്റിന്റെ അധികാരം സംബന്ധിച്ച്. എല്ലാ സർവകലാശാലകളുടെയും സ്റ്റാറ്റ്യൂട്ടിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, സ്റ്റാറ്റ്യൂട്ടിൽ ഉള്ള ഒരു കാര്യം നടത്തിയെടുക്കാൻ സുപ്രീം കോടതി വരെ പോയിട്ട് നടക്കാതെ ഗവർണറുമായി കോംപ്രമൈസ് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കോംപ്രമൈസ് അല്ലാതെ ഒന്നും നടക്കില്ല. ഈ പോരാട്ടം നടത്തുമെന്ന് പറയുന്നത് ഒരു വാചാടോപമാണ്. ഇത് വേണമല്ലോ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ. അഭിലാഷേ, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് കൃത്യമായ ഉത്തരവുണ്ട് ആ വിഷയത്തിൽ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി ചാൻസലർ പ്രവർത്തിക്കുന്നു, അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രമേ താൽക്കാലികമായിട്ടുള്ള VCകളെ തിരഞ്ഞെടുക്കാൻ പറ്റൂ എന്ന് സ്റ്റാറ്റ്യൂട്ടിലുള്ളപ്പോൾ അത് ഗവർണർ തയ്യാറാകാതെ വന്നപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് പോയി.
ഇത് ഇപ്പൊ ഇത്രയും സുപ്രീം കോടതി വരെ പോകുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു, ഇത് നേരത്തെ ആകാൻ പാടില്ലായിരുന്നോ എന്നതാ. അപ്പൊ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? അതായത് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, നിയമത്തിന് വിരുദ്ധമായി, നിയമസഭ പാസാക്കിയ ബില്ലിനും നിയമത്തിനും വിരുദ്ധമായി ഇവിടെ ചാൻസലർമാരായി വരുന്ന BJP നോമിനികളായ ഗവർണർമാർ പ്രവർത്തിച്ചാൽ ഒരു നിയമ പോരാട്ടവും നടത്താതെ അതിന് സറണ്ടർ ചെയ്ത് അന്ന് തന്നെ ഇത് അംഗീകരിക്കാമായിരുന്നില്ലേ എന്നല്ലേ ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്നാൽ അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമപീഠമാണ്, പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയിൽ വരെ പോയി അന്തിമമായിട്ടുള്ള നിയമ പോരാട്ടം നടത്തി. ആ നിയമ പോരാട്ടത്തിൽ 2 വാചകം ഞാൻ ആദ്യം വായിച്ചല്ലോ. ഡിസ്പൈറ്റ് ബെസ്റ്റ് ഓഫ് അവർ എഫർട്ട് the deadlock continued till this date. അവിടെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഷാരൂഖ് കുമാറിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഒരു സ്റ്റാറ്റ്യൂട്ട് ഇരിക്കെ ഗവർണറോടും മുഖ്യമന്ത്രിയോടും കൺസെൻസസ് ഉണ്ടാക്കാൻ പറയാണോ കോടതി ചെയ്യേണ്ടത്? കൺസെൻസസ് ബ്രോക്കർ ചെയ്യുന്ന ഏർപ്പാടല്ലല്ലോ, അഡ്ജുഡിക്കേറ്റ് ചെയ്യേണ്ട സംവിധാനമല്ലേ ജുഡീഷ്യറി? അഭിലാഷേ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഓപ്പറേഷൻ ഈസ് സക്സസ്ഫുൾ, പേഷ്യന്റ് ഈസ് ഡൈഡ്. ഇത് എത്ര തവണ നമ്മൾ കണ്ടു? പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിൽ വന്ന നിരവധി കേസുകളിൽ വാദമധ്യയും ചോദ്യരൂപണത്തിലും അതുപോലെ നിരീക്ഷണങ്ങളിലുമെല്ലാം ഈ കോടതിയുടെ നിയമപരമായി ഈ വിധിയെ വരൂ എന്ന് അനുമാനിച്ച എത്രയോ കേസുകൾ നമ്മൾ കണ്ടു. ജഡ്ജിമെന്റ് വന്നപ്പോൾ തിരിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ബാബറി മസ്ജിദിന്റെ വിധിയിൽ തന്നെ ചരിത്രപരമായ 4 കുറ്റങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാണിച്ച്, ചരിത്രപരമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് വിധിന്യായത്തിന്റെ ഓപ്പറേഷൻ പോർഷനിൽ വന്ന മാറ്റം നമ്മൾ ചർച്ച ചെയ്തല്ലേ? അപ്പോ പരമോന്നത നീതിപീഠം ഇങ്ങനെ ചെയ്താൽ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ നാടിന്റെ പൗരന്മാർക്ക് എന്തു ചെയ്യാൻ പറ്റും? സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത കാലത്ത് വന്ന നിരവധി വിധിന്യായങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി നിയമ പോരാട്ടം നടത്തുക. ആ നിയമ പോരാട്ടം നടത്തി പരമാവധി നീതി പുലരാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ശ്രമിക്കാത്ത സാഹചര്യത്തിലോ, അത് ഫ്രൂട്ട്ഫുൾ ആയ റിസൾട്ട് വരാത്ത സാഹചര്യത്തിലോ 50-50 എന്ന് താങ്കൾ ആദ്യം സൂചിപ്പിച്ചല്ലോ, അത്തരത്തിലാണെങ്കിൽ പോലും ഒരു കൺസെൻസസ് നടത്തി നിയമ പോരാട്ടം തുടരാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു. താങ്കൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഇപ്പോൾ ഇവിടുത്തെ സെർച്ച് കമ്മിറ്റിയിലെ ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്, ആ ജഡ്ജ് റെക്കമെൻഡ് ചെയ്യുന്നത് 2ഉം ഗവർണർ നിർദ്ദേശിച്ച പാനലിലെ ആളുകളായിരുന്നുവെങ്കിൽ ഇതേപോലെ ഈ ചർച്ചയിൽ നിങ്ങൾ എന്താ ചോദിക്കുക? എത്ര അവസരം നിങ്ങൾക്ക് കിട്ടി? കൺസെൻസസിന് വേണ്ടി നിരവധി അവസരം കിട്ടിയിട്ടും അത് പ്രയോജനപ്പെടുത്താൻ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ വന്നത് കൊണ്ടല്ലേ 2ഉം RSSന്റെ തലവൻ അല്ലെങ്കിൽ RSSന്റെ കേന്ദ്രത്തിൽ നിന്ന് നിശ്ചയിക്കുന്ന ആ ഗവർണർ ചാൻസലറുടെ പാനലിൽ നിന്ന് 2 പേരും വൈസ് ചാൻസലർമാരായിട്ട് വന്നില്ലേ എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കില്ലേ? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന നിയമ പോരാട്ടം മുഴുവൻ നടത്തുന്നു. ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയതിനു ശേഷം പരമോന്നത നീതിപീഠത്തെയും പൂർണ്ണമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അതിന്റെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കൺസെൻസസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി നിയമ പോരാട്ടം ഇനിയും തുടരും. അതുകൊണ്ട് 14 യൂണിവേഴ്സിറ്റിയാ പുറത്തുള്ളത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ സുപ്രീം കോടതി തന്നെയാണ് വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്റ്റാറ്റ്യൂട്ട് ഒന്നും സുപ്രീം അല്ല. സ്റ്റാറ്റ്യൂട്ടൊക്കെ മാറ്റിവെക്ക്, നിയമസഭയുടെ തീരുമാനം മാറ്റിവെക്ക്. ഇവിടെ പരമോന്നത നീതിപീഠം തീരുമാനിച്ചത് ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ ചാൻസലർ നോമിനേറ്റ് ചെയ്ത ആളാണ്. അവർ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി നോമിനേറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് മറ്റു 14 യൂണിവേഴ്സിറ്റികളിലും ഇതാണ് പ്രീസിഡന്റ് എന്നൊരു വാദം BJPക്കും സംഘപരിവാറിനും എടുക്കാനുള്ള അവസരം ഞങ്ങൾ ഇതിലൂടെ നിഷേധിച്ചിരിക്കുകയാണ്. അതാണ് പോയിന്റ്. ഇവിടെ നിയമ പോരാട്ടം തുടരും. ഏത് പ്രസിഡന്റ് ആണ് ഉണ്ടാവുന്നത്? ഉള്ള പോരാട്ടം തുടരും. ഏത് പ്രസിഡന്റ് അപ്പൊ ഉണ്ടാവുന്നത്? ഗവർണറും മുഖ്യമന്ത്രിയും ചർച്ച നടത്തിയിട്ട് ഇനി ബാക്കിയുള്ള സർവകലാശാലകളിൽ പകുതിയെന്നോ? യെസ്, അല്ല, അത് പ്രസിഡന്റ് അല്ല. ഒരു കോടതിയുടെ വിധിന്യായം വരുമ്പോഴാണ് പ്രീവിയസ് ഡിസിഷൻ ഓഫ് ദി കോർട്ടാണ്. കൺസെൻസസിന്റെ ഭാഗമായി മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് താൽക്കാലിക അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയാൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രസിഡന്റ്. പക്ഷെ ഒരു കോടതി വിധി പറഞ്ഞ് ഇന്നയാളെ അപ്പോയിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഏത് സ്റ്റാറ്റ്യൂട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, നിയമസഭയുടെ ബില്ലും നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിൽ ഞങ്ങളുടെ തീരുമാനം എടുത്തു. ഈ ബെഞ്ച് തന്നെയല്ലല്ലോ പിന്നെ പരിഗണിക്കുക. പിന്നെ മറ്റു ബെഞ്ചുകൾ വരുമ്പോൾ പ്രീവിയസ് ഡിസിഷൻ ഓഫ് ദി കോർട്ട് ഈസ് എ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് പാലിക്കുമ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടിനൊന്നും ഒരു വിലയില്ലാതെ വരും. അതുകൊണ്ട് ഏറ്റവും ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ഇടപെടലാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ എതിർക്കുന്നവർ വരെ പിന്നീട് ഇതിനെ പിന്തുണയ്ക്കേണ്ടി വരും. ശരി, ശ്രീ TP ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോ സർവകലാശാലകളുടെ ഒക്കെ രാഷ്ട്രീയവൽക്കരണത്തിനൊരു പരിധി ഉണ്ടല്ലോ, ആ പരിധിയും കടന്നു പോകുന്നുണ്ടല്ലോ. ഇന്ന ആൾ തന്നെ വേണം എന്ന് വാശി പിടിച്ച ചാൻസലർമാർ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും രാജേന്ദ്ര ആർലേക്കർക്കും മുമ്പുണ്ടായിരുന്നില്ല.
ഇവിടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം ഗവർണർ ആയിരുന്നിട്ടുണ്ട്, അന്നേരം ചാൻസലറാണ്. സർവകലാശാലകളിൽ കടന്ന് ഇടപെടുന്ന രീതിയേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ സർവകലാശാലകളുടെ തലപ്പത്തും മറ്റ് അനുബന്ധ ഇടങ്ങളിലുമൊക്കെ ഞാൻ തീരുമാനിക്കുന്ന എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇച്ഛകൾ പാലിക്കുന്ന ഒരാൾ വേണം എന്ന് തെരഞ്ഞെടുക്കപ്പെടാത്ത അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരാൾ തീരുമാനമെടുക്കുന്നതിന്റെ പ്രശ്നമാണിത്. ഇത് ഏത് തരത്തിലാണിത് മുന്നോട്ട് പോകുക എന്ന് ആലോചിച്ച് നോക്കൂ. സർവകലാശാലകളിൽ ഭരണപ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി 2 VC-മാരെ വെച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഈ നിയമപ്രശ്നവും തീർന്നിട്ടില്ല. അല്ല അഭിലാഷ, ഈ പ്രശ്നമൊന്നും അവസാനിക്കരുത് എന്നും ഇതിനിങ്ങനെ അനന്തമായി തുടർന്നു പോകണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നമ്മളുടെ വ്യാഖ്യാനങ്ങളല്ലേ? ഗവർണർ എലക്ട് ചെയ്യപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ഗവർണറെ നിശ്ചയിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് എലക്ട് ചെയ്യപ്പെട്ടവരാണോ? അവർക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്നതിനനുസരിച്ച് നിയമങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലാവുമ്പോൾ നമ്മൾ പുട്ടിൽ പീര ഇട്ട മാതിരിയിൽ RSS, സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അഭിലാഷേ. അതൊക്കെ കഴിഞ്ഞില്ലേ? നോക്കൂ, ചർച്ചയിൽ വന്ന് പലരും പറയുന്നു ഇന്നലകളിൽ തുടങ്ങി വന്നതിൽ നിന്നും ഏതെങ്കിലും വ്യതിചലിക്കപ്പെടുമ്പോൾ അവ പരിശോധിക്കാനല്ലേ അഭിലാഷ ഈ രാജ്യത്ത് നിയമങ്ങളും ചട്ടങ്ങളും കോടതികളും ഒക്കെ ഉള്ളത്? സ്വാഭാവികമായിട്ടും UGCയുടെ ചാൻസലർമാരെ, വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്നതിൽ രാജ്യത്ത് ചില നിയമന നടപടികളില്ലേ? ആ നടപടികളിൽ നിന്നല്ലാതെ ഗവർണർക്ക് ഏകപക്ഷീയമായിട്ട് ഒരു സ്ഥിരം ഗവർണറെ, വൈസ് ചാൻസലറെ നിശ്ചയിക്കാൻ സാധിക്കുമോ? ആ തരത്തിലുണ്ടായ ഒരു തർക്കം കോടതിയിലേക്ക് പോയി. നമ്മൾ RSS, BJP, സംഘപരിവാർ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ഗവർണർമാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയെന്ന് പറയുകയും ചെയ്യുമ്പോൾ അഭിലാഷ ഈ രാജ്യത്തെ കോടതികൾ RSS അല്ലല്ലോ. ആ കോടതികളിൽ ഗവർണർമാർക്കെതിരായിട്ട് നിരവധി കാര്യങ്ങൾ പോയി. കണ്ണൂർ VC നിയമനത്തിൽ വന്നു. എന്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്? ചാൻസലർക്കുള്ള അധികാരങ്ങൾ വളരെ വലുതാണ്, നിർണയാതീതമാണ്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്ന് ചിലർ ഇടയ്ക്കിടയ്ക്ക് RSS, BJP, കോൺഗ്രസ് സഖ്യം എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഏതോ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ, ഞാൻ അദ്ദേഹത്തെ കാണാത്തത് കൊണ്ട് പേര് എനിക്കറിയാത്തത് കൊണ്ട്, സർ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണിയെക്കുറിച്ച് താങ്കൾക്ക് അറിയുമോ? ഇനി സമവായം ഒരേ നയത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ സർ ഇത് 2019 അങ്ങ് ഐക്യപ്പെട്ടുകൂടായിരുന്നോ? 2019 മുതൽ ഇങ്ങോട്ട് പോവുകയും ഗവർണറുടെ തന്തയുടെ വകയല്ല സ്കൂളുകളിൽ എഴുതി ചേർക്കുകയും വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിക്കുകയും കോളേജുകളിൽ ഗവർണറുടെ തീരുമാനം എനിക്ക് പുല്ലാണെന്ന് പറയുകയൊക്കെ ചെയ്തോ? ഇത്തരത്തിൽ ഒരേ മുന്നണിയിൽപ്പെട്ടവരല്ലേ ഈ രാജ്യത്ത്? പിന്നെ താങ്കൾ പറഞ്ഞു PMCയെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എനിക്കറിയില്ല അഭിലാഷേ. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് PMCയിൽ ആദ്യം ഒപ്പിട്ട സർക്കാർ ഏതാണ് അഭിലാഷിന് അറിയുമോ? കോൺഗ്രസിന്റെ രാജസ്ഥാൻ ഗവൺമെന്റ്. കർണാടകയിൽ PMC നടപ്പിലാക്കുന്നുണ്ടോ? വല്ല തടസ്സവും അവിടെയുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് PMC നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും ചെറുത്തുനിൽപ്പുണ്ടോ? കേരളത്തിലെത്തുമ്പോൾ കേരളത്തിൽ PMC നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് BJP, CPM ധാരണ. ഇവരുടെ ഭാഗത്തു നിന്ന് ആദ്യം ചാടിക്കേറി ഇതിലൊക്കെ ഇടപെട്ടാലോ? അതൊക്കെ നിയമം. ഞങ്ങൾ ഒരു കാര്യം ഉറക്കെ പറയുന്നു, ഒരേ മുന്നണിയിൽപ്പെട്ട 2 പേരിരിക്കുന്ന ഈ ചർച്ചയിൽ അനിൽകുമാറിന്റെ പാർട്ടിയും ജ്യോതികുമാറിന്റെ പാർട്ടിയും ഒരേ മുന്നണിയിൽപ്പെട്ട 2 കക്ഷികളാണ്. നയപരമായി യോജിപ്പില്ലാതെയാണോ ഇവർ ഒരേ മുന്നണിയിലിരിക്കുന്നത്? ഞങ്ങളും ഇവരും ഒരേ മുന്നണിയിൽപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സഖ്യങ്ങളോ ബന്ധങ്ങളോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഇതൊക്കെ വാദം തോൽക്കുമ്പോഴുള്ള കാര്യമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരുടെയും ആഗ്രഹം എന്താണ്? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഗവർണറും മുഖ്യമന്ത്രി തമ്മിലുള്ള തർക്കം ഒരിക്കലും അവസാനിക്കരുത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, എവിടെയാണ് തർക്കം അവസാനിക്കാൻ വേണ്ടി കോടതി ഇടപെട്ടു? അദ്ദേഹം എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പോയി ഗവർണറെ കാണണം. ഗവർണർ വിളിച്ചു, പക്ഷെ മുഖ്യമന്ത്രി പോയില്ല. പകരം 2 മന്ത്രിമാരെ വിട്ടു. മന്ത്രിമാർ പറഞ്ഞു ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ബുദ്ധി അല്പം മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷെ 2019 മുതൽ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന സർവകലാശാലകൾ അനിശ്ചിതത്വം SFIക്കാരെയും പാർട്ടി അണികളെയും സംഘടനാ നേതാക്കന്മാരെ കൊണ്ടും സമരം ചെയ്തും അടികുടി കൂടിയും പോലീസ് കേസെടുത്തും ഇരുന്ന നേരം കൊണ്ട് ഇവർ 2 കൂട്ടരും ഒന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരുമായിരുന്നെങ്കിൽ കേരളത്തിൽ നല്ലതല്ലേ അഭിലാഷ ആ കാര്യം? കേരളത്തിൽ ഞാൻ ഒന്നുകൂടി അഭിലാഷിനോട് ചോദിക്കും, ഇതുപോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ചാൻസലർമാർ, വൈസ് ചാൻസലർമാർക്ക് അധികാരം കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ശരി, അതാണ് BJP ചോദിക്കുന്ന ചോദ്യം. ഏത് സ്വാതന്ത്ര്യമാണ് വൈസ് ചാൻസലർമാർ അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ശ്രീ ഷാജർ ഖാൻ നേരത്തെ ഇപ്പോൾ സർക്കാർ കീഴടങ്ങിയ കാര്യം പറഞ്ഞല്ലോ. ചാൻസലർ മുന്നോട്ട് വെച്ച വാദം എന്താണ്? മെറിറ്റ് അനുസരിച്ചുള്ള നിയമനങ്ങൾ നടത്തണം എന്നുള്ളതല്ലേ? ഇവിടെ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. കോടതി പറഞ്ഞു ഒരു സെർച്ച് കമ്മിറ്റി, ഒരു പട്ടിക, ആ പട്ടികയിൽ മുഖ്യമന്ത്രി പ്രയോറിറ്റി നിശ്ചയിച്ച് നൽകും, അതനുസരിച്ച് നിയമനം നടത്തണം എന്ന് ഗവർണറോട് പറഞ്ഞിട്ട് അദ്ദേഹം കേട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം മെറിറ്റ് ആയിരുന്നോ? അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? അദ്ദേഹത്തിന് ഇപ്പോൾ സിസ തോമസിന്റെ നിയമനം സാധ്യമാക്കി.
അതിലൊരു ലോജിക് ഉണ്ട്. കാരണം ഗവർണറുടെ പക്ഷത്ത് നിന്നതിന് ദ്രോഹിക്കപ്പെട്ട ഒരാൾക്ക് നിയമനം ഉറപ്പാക്കി എന്ന ഒരു ലോജിക്ക് അതിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അപ്പുറത്തോ ഗവർണർ തന്നെ എതിർത്ത, ഗവർണർ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഗവർണർ തന്നെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ സജി ഗോപിനാഥിനെ നിയമിക്കുന്നു. ഈ സിസാ തോമസ് വിശദമായ റിപ്പോർട്ട് ചാൻസലർക്ക് നൽകിയ അതേ സജി ഗോപിനാഥിനെ നിയമിക്കാൻ ഗവർണർ അങ്ങ് സമ്മതിക്കുകയാണ്. അപ്പൊ ഗവർണറുടെ പക്ഷത്ത് എവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള നൈതികത ഉള്ളത്? അവിടെ ഗവർണറും കീഴടങ്ങുകയല്ലേ ചെയ്തത്. അതെ, അവിടെ ഗവർണർക്കും നൈതികതയില്ല, ഈ മുഖ്യമന്ത്രിക്കും ഒരു വിധത്തിലുള്ള നൈതികതയും ഇല്ല എന്നുള്ളത് ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമായിരിക്കുകയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ എന്നോട് ചോദിച്ചിരുന്നല്ലോ, ഇത് അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഒരുപക്ഷെ ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അഴിമതികൾ മറയ്ക്കാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഉള്ള ഒരു ഡീലായിരിക്കാം, ഒരു ധാരണയായിരിക്കാം, അതിൻ്റെ എല്ലാം ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല. നേരത്തെ ജ്യോതികുമാർ പറഞ്ഞ നിർത്തിഭാഗത്ത് ഞാനത് അപ്ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടുന്നത് കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ ആയിരിക്കാൻ പാടില്ല, ഗവർണർ ആയിരിക്കാൻ പാടില്ല, സംസ്ഥാന മുഖ്യമന്ത്രിയും ആയിരിക്കാൻ പാടില്ല. സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസരിച്ച് ഒരാളെ നിയമിക്കേണ്ട സ്ഥലമല്ല സർവകലാശാലകളും സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും എന്നത് നമ്മൾ ഊന്നി പറയേണ്ടുന്ന സന്ദർഭമാണ്. ജ്യോതികുമാർ പറഞ്ഞ പോയിന്റ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ടാണ്. അവിടെ അതിനപ്പുറത്തേക്ക് അക്കാദമിക രംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഈ സർവകലാശാലകളുടെ, അത് രജിസ്ട്രാർ ആകട്ടെ, വൈസ് ചാൻസലർ ആകട്ടെ അത്തരം സ്ഥാനങ്ങളിൽ വരണം. അതിനുള്ളൊരു മെക്കാനിസം ഉണ്ടാക്കണം. അത് അവിടെയാണ് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്ന് സർവകലാശാലകളെ മോചിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം. ഈ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് ഗവർണർ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് മാത്രമാണ്. കേന്ദ്രം ഇടപെട്ടോളാം, UGCയിലൂടെ ഇടപെട്ടോളാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ അവർ ലക്ഷ്യം വയ്ക്കുന്ന ആളുകളെ ഈ പറയുന്ന സർവകലാശാല, കേന്ദ്ര സർവകലാശാലകൾ മാത്രമല്ല സംസ്ഥാന സർവകലാശാലകളിലേക്ക് കൂടി ഈ പറയുന്ന RSSൻ്റെ സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പാക്കുന്ന ആളുകളെ തിരികെ കയറ്റാൻ അവർ ശ്രമിക്കുന്നു. മറുഭാഗത്ത് സംസ്ഥാന ഗവൺമെൻറ് വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വൈസ് ചാൻസലർമാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവിടെയാണല്ലോ ഈ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയ്ക്ക് കൺസെൻസസ് വരുന്നു. അരുൺകുമാർ പറയുന്ന ഈ കൺസെൻസസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് ആണോ? ഈ പറയുന്ന നയപരമായ ഒരു കൺസെൻസസ് അല്ലേ? ആ നയപരമായ കൺസെൻസസ് ഉണ്ടാക്കിക്കൊണ്ട് ഈ മുന്നോട്ട് നീങ്ങുകയാണ്, രണ്ടു കൂട്ടരും ചേർന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ അവിടെ നഷ്ടമാർക്കാണ്? സർവകലാശാലയ്ക്കാണ്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലയുടെ സ്വാതന്ത്ര്യം, ഇവർ പറയുന്ന സ്വാതന്ത്ര്യമൊന്നുമല്ല, ഒരു വൈസ് ചാൻസലർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന ഗവൺമെൻറ്റും അതെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന, സംസ്ഥാനങ്ങൾക്ക് ഒരു അധികാരവുമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്ന ഒരു ഏകഛത്രാധിപതിയായിട്ടുള്ള ഒരു കമ്മീഷനെ നിയമിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വളരെ അപകടകരമായ ഒരു ദേശീയ വിദ്യാഭ്യാസ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് കേരളത്തിൽ ഈ പറയുന്ന സമവായത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നത്, നയപരമായ സമവായം വരുന്നത്. അത് അപകടകരമാണ്. അവിടെയാണ് പ്രശ്നമുള്ളത്. അതിന് പിന്നിൽ മറ്റു പല താല്പര്യങ്ങളും ഉണ്ടാകാം. അഴിമതി മറയ്ക്കാനായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ വേറെ പല സങ്കുചിതമായ താല്പര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അന്തിമമായി അത് സർവകലാശാലകളുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുമെന്നതുകൊണ്ടാണ് നമ്മൾ ഈ നിലപാടിനെതിരെ നിലകൊള്ളുന്നത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നേരത്തെ ശ്രീ ടി പി ജയേന്ദ്രൻ ഉന്നയിച്ചതിൽ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. PM ശ്രീ പ്രശ്നം. PM ശ്രീയിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഏറ്റുമുട്ടുന്നത്? 1 പശ്ചിമ ബംഗാൾ, 2 തമിഴ്നാട്, 3 കേരളം. ഇനി സർവകലാശാല ചാൻസലർമാരുമായി ബന്ധപ്പെട്ട്, ഗവർണർമാരുമായി ബന്ധപ്പെട്ട് സർക്കാരുകൾക്ക് ഫൈറ്റ് ഉള്ളത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? അതും ഈ 3 സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ പിണറായി വിജയനും MK സ്റ്റാലിനും മമതാ ബാനർജിക്കുമാണ് ഈ ഗവർണർമാർ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുന്നു എന്ന നിലയ്ക്ക് പ്രശ്നമുണ്ടാവുന്നത്, ക്ലാഷ് ഉണ്ടാവുന്നത്. PM ശ്രീയുടെ കാര്യത്തിലും അത് അങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഈ ക്ലാഷും പ്രശ്നമൊന്നും ഇല്ലാത്തത്? നിങ്ങൾ ഇവിടെ ഡീലാണല്ലോ ആരോപിക്കുന്നത്. നോക്കൂ, ഇത്തരം PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ വൈസ് ചാൻസലർമാർ ഗവർണറുടെ ഇടപെടലിനെ സംബന്ധിച്ചുമൊക്കെ ദേശീയ തലത്തിൽ ഫൈറ്റ് നടക്കുന്നത്, BJPയുമായി ഫൈറ്റ് നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഞാൻ താങ്കൾ പ്രത്യേകം പറയേണ്ടതില്ല. പിന്നെ താങ്കൾ മുമ്പ് പറഞ്ഞ ആ ലിസ്റ്റിലേക്ക് എങ്ങനെയാണ് ശ്രീ പിണറായി വിജയനെ ഉൾപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ചത് ഇടതുപക്ഷത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ ചോദിക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. PM ശ്രീ പദ്ധതിയിൽ ആരോരും അറിയാതെ ക്യാബിനറ്റ് പോലും തീരുമാനം, ഇവിടെ എന്താ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയം, ആ നയം നിലനിൽക്കെ തന്നെ, എനിക്ക് എക്കോ വരുന്നുണ്ട്, ആ നയം നിലനിൽക്കെ തന്നെ ഇത്തരത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട വിവാദമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനം, ഇപ്പോൾ എന്താ അരുൺകുമാർ പറയുന്നത്, സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുന്ന ബോധ്യമായപ്പോൾ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു.
അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ പോകേണ്ടതില്ലായിരുന്നു, ഇത്രയും സമയം കളയേണ്ടതില്ലായിരുന്നല്ലോ. മാത്രമല്ല, ഈ 2 സർവകലാശാലകളുടെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് സർക്കാരിൻ്റെ പാനൽ വേണ്ടത്. നിങ്ങൾ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നില്ല. കാര്യം എന്താ? ഗവർണർ സംഘപരിവാറുകാരായ അധ്യാപകരെ വൈസ് ചാൻസലർമാരാക്കും എന്ന ഭയത്തെ തുടർന്നാണ് നിങ്ങൾ നടത്താത്തതെന്ന് പറയുന്നു. ഈ സംസ്ഥാനത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ 14 സർവകലാശാലകളുള്ളതിൽ ഒരിടത്തൊഴികെ ബാക്കി 13 സർവകലാശാലകളിൽ ഇപ്പോൾ തർക്കം നിൽക്കുന്ന 2 സർവകലാശാലകൾ മാറ്റിവെച്ചാൽ ബാക്കി 13 സർവകലാശാലകളിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്നത് ഇപ്പോഴും ഗവർണറാണ്. ആക്ടിൽ സർക്കാരിൻ്റെ ഒരു അഭിപ്രായവും തേടേണ്ടതില്ല എന്നിരിക്കെ 1-2 സർവകലാശാല ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഗവർണർക്ക്, ചാൻസലർക്ക് സ്വമേധയാ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കാമെന്നിരിക്കെ സ്ഥിരമായാലും താൽക്കാലികമായാലും ഇപ്പോൾ വൈസ് ചാൻസലർമാരെ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നിങ്ങൾ ഈ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പോൾ ഗവർണർ തീരുമാനിക്കുമ്പോൾ താൽക്കാലികമാകുമ്പോൾ ഗവർണർക്ക് ഇഷ്ടമുള്ള ആളിനെ വയ്ക്കാം. പക്ഷേ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ ആ സെർച്ച് കമ്മിറ്റിയിൽ ഏറ്റവും എന്താ പറയുന്നത് നല്ല അക്കാഡമീഷ്യൻസ്, നല്ല പ്രൊഫൈലുള്ള അക്കാഡമീഷ്യൻസിൻ്റെ പേര് വന്നിരുന്നെങ്കിൽ നോക്കൂ, അവിടെ നമുക്ക് തർക്കിക്കാമെന്നേ. ആ തർക്കം ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്താകട്ടെന്നേ. അത്തരത്തിൽ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനുള്ള ആളുകളെ വൈസ് ചാൻസലർമാരായി കണ്ടെത്തുന്ന കാര്യത്തിൽ ഗവർണറും അഥവാ ചാൻസലറും മറുഭാഗത്ത് സർക്കാരും തമ്മിൽ തർക്കമുണ്ടാകട്ടെ. ആ തർക്കം പൊതുസമൂഹത്തിലേക്ക് വരട്ടെ. അത്തരത്തിൽ ഏറ്റവും നല്ല അക്കാഡമീഷ്യൻസിൻ്റെ ഇത്തരത്തിൽ തലപ്പത്തേക്ക് വരട്ടെ. ആര് എതിർക്കും? അപ്പോൾ അവിടെ അതിന് പകരം നിങ്ങൾ താൽക്കാലിക സ്ഥിരം വി സിമാരെ നിയമിക്കാൻ സമ്മതിക്കില്ല എന്ന് സർക്കാർ വാശി പിടിക്കുമ്പോൾ ഈ താൽക്കാലിക വി സിമാർ ഏതെങ്കിലും ഒരാളെ ചുമതല കൊടുത്തുകൊണ്ട് ഗവർണർക്ക് ഈ സർവകലാശാലകളുടെ ഭരണം കൈയാളാൻ കഴിയുന്നു എന്ന സാഹചര്യവും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ സംസ്ഥാനത്ത് സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് സർക്കാർ കൂടിയാണ്. പക്ഷേ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പുണ്ടാകുമ്പോൾ, ഏറ്റവും അവസാനം ഒത്തുതീർപ്പുണ്ടാകുമ്പോൾ ഇതൊരു രാഷ്ട്രീയമായ ഒത്തുതീർപ്പാണ്. ആ രാഷ്ട്രീയമായ ഒത്തുതീർപ്പ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയും സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന CPM തമ്മിലാണ്. CPM-ആയിട്ടല്ല, മുഖ്യമന്ത്രിയുമായിട്ടാണ്, പിണറായി വിജയനുമായിട്ടാണ്. ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥകൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒരു വ്യവസ്ഥ നമുക്ക് മനസ്സിലായി, ഒരു വ്യവസ്ഥ നമുക്ക് മനസ്സിലായി. അത് അനിൽകുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. അത് മാറ്റിക്കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ വ്യവസ്ഥ സിസ തോമസ് തുടരണമെന്നുള്ളതായിരുന്നു. അത് മാറ്റിക്കൊടുത്തു. മൂന്നാമത്തെ വ്യവസ്ഥ അഴിമതി ആരോപണം നേരിടുന്ന സജി ഗോപിനാഥിനെ തുടരാൻ അനുവദിക്കണമെന്ന സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചു കൊടുക്കാമെന്ന ഗവർണറുടെ വാദമായിരുന്നു. അത് അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ ബാക്കി വ്യവസ്ഥകൾ എന്തെല്ലാം? ഇതിന് ചുക്കാൻ പിടിച്ചത് ആര്? നിങ്ങൾ എവിടെ വെച്ചാണ് ചർച്ച നടത്തിയത്? ഇപ്പോൾ കോംപ്രമൈസ് ആയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ ലീഗൽ ഫൈറ്റ്സും നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് കോംപ്രമൈസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി, ഇങ്ങനെ നമ്മുടെ ചോദ്യം എന്താ? ഇവിടെ ഈ താൽക്കാലിക വി സിമാരെ നിയമിക്കാനുള്ള അവകാശം, ആ അവകാശം സർക്കാരിനായിരിക്കെ, സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് നിയമിക്കണമെന്നിരിക്കെ ആ അവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നല്ലേ ഇതിന്റെ അർത്ഥം? ശരി, അതാണ് താൽക്കാലിക വി സി 2 സർവകലാശാലകളിൽ നിയമിക്കുന്നതിനുള്ള അവകാശം സർക്കാരിനാണെന്നിരിക്കെ അക്കാര്യത്തിൽ നിങ്ങൾ ലീഗൽ ഫൈറ്റ് നടത്തി പരാജയപ്പെട്ടിട്ട് നിങ്ങൾ അതിൽ പകുതി വിട്ടുകൊടുത്തിരിക്കുന്നു. അവിടെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ ആക്ഷേപം. എനിക്ക് ഒറ്റ ഇടവേള കൂടി അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണ്ടി ശ്രീ അരുൺകുമാർ, ഒരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണല്ലോ, സാങ്കേതിക അർത്ഥത്തിൽ മാത്രം എടുത്തിട്ടുള്ള തീരുമാനമല്ല. അപ്പോൾ CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഈ കാര്യത്തിൽ എത്രമാത്രം റോള് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. PMCയുടെ കാര്യം പറഞ്ഞതുപോലെ ഇതിലും പാർട്ടി ഇരുട്ടിലായിരുന്നു എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ. 15-ാം തീയതി ഞായറാഴ്ച മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് അംഗങ്ങളോട് പറയാണ്, ഇതാ ഇക്കാര്യത്തിലൊരു ധാരണയായിട്ടുണ്ട്, അപ്പോൾ അവിടെ ഇത് PM പോലെ ആവും തുടങ്ങിയ ആശങ്കകൾ ഉന്നയിക്കപ്പെടുന്നു, വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ലേ, നമ്മൾ കോംപ്രമൈസ് ചെയ്യണോ എന്നുള്ള സംശയം ഉന്നയിക്കപ്പെടുന്നു. സാഹചര്യം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആ വിഷയം ക്ലോസ് ചെയ്യാണ്. ഒരു വിഷയത്തിലും രാഷ്ട്രീയമായി തീരുമാനമെടുത്ത് ഭരണകൂടത്തോട് ഇത് നടപ്പാക്കുമെന്ന് പറയാനുള്ള ശേഷി CPM-ന് നഷ്ടപ്പെടുന്നത് കൂടിയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ ധാരണയാ. ഈ മാധ്യമങ്ങൾ എന്ന് പറയണ്ട, മാതൃഭൂമിയുടെ ഹെഡിങ് വാർത്തയാണ് CPM-ൽ ഭിന്നത എന്ന് പറഞ്ഞ്. ആ വാർത്ത വെച്ചിട്ടുള്ള ചർച്ച അത്രയും കണ്ടാൽ മതി. CPM-ന്റെ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചർച്ച പിറ്റേ ദിവസം മാതൃഭൂമിയിൽ വരണമെങ്കിൽ നമുക്കറിയാലോ, ഇതൊക്കെ ഊഹാപോഹ വാർത്തകളാണ്. ഇപ്പൊ BJPയുടെ പ്രതിനിധി പറയാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ചാൻസലർമാർക്ക് ഇത്രയും അധികം അധികാരം കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്നാൽ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി, സ്വതന്ത്രമായി ചാൻസലർമാർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചേ പ്രവർത്തിക്കാൻ കഴിയൂ. അതാത് നിയമസഭകൾ പാസ്സാക്കുന്ന നിയമപ്രകാരമാണ് ഇന്നയാളാണ് ചാൻസലർ, ഇന്ന നിയമപ്രകാരം പോകണം. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ബൈലോ ആക്ട് ഒക്കെ ഉണ്ട്. ആ ആക്ട് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. സ്വതന്ത്രമായി പ്രവർത്തിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയും ഇവിടെയും ഒരു നിരീക്ഷകനായിട്ട് വന്നിരിക്കുന്ന കക്ഷി പറയാണ്, എല്ലായിടത്തും വളരെ എക്സ്പെർട്ടുകൾ വേണം, വൈസ് ചാൻസലർമാരായിട്ട് വരുന്ന ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. നിങ്ങളാണല്ലോ ഒരു KS രാധാകൃഷ്ണനെ ഈ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിരുന്നല്ലോ. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു ആരാ KS രാധാകൃഷ്ണൻ എന്ന്. ഇപ്പൊ ഈ KS രാധാകൃഷ്ണൻ ഇപ്പൊ എവിടെയാ പോയി നിൽക്കണേ?
അന്ന് UDF-ന്റെ കാലത്ത് നിയമിച്ച ഓരോരുത്തരെ എടുക്ക്. പാണക്കാട്ടെ കത്തുകൊണ്ട് വന്ന് നേരെ വൈസ് ചാൻസലർ ആയതും രജിസ്ട്രാർ ആയതും ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയതും അതുപോലെ പ്രോ വൈസ് ചാൻസലർ ആയതൊക്കെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറയാണ് BJP ആയിട്ട് നേരിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഫൈറ്റ് ചെയ്യുന്ന. ഇവിടെ പറഞ്ഞല്ലോ, ഏറ്റവും ആദ്യം PM ശ്രീ BJP നടപ്പാക്കുന്നതിന് മുമ്പ് രാജസ്ഥാനിൽ നടപ്പാക്കി. ഏത് BJP നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാന്ന് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ നടപ്പാക്കി, ഹരിയാനയിൽ നടപ്പാക്കി, ഇപ്പൊ തെലങ്കാനയിൽ നടപ്പാക്കി, അതുപോലെ തന്നെ കർണാടകയിൽ നടപ്പാക്കി. ഇവിടെയൊക്കെ നടപ്പാക്കിയ ആളുകൾ വന്ന് ഈ പ്രസംഗിക്കണ കാണുമ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് KS അനിൽകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം തന്നെ കത്ത് കൊടുത്ത് എനിക്ക് എന്റെ പേരന്റ് ക്യാമ്പസിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ ആ കത്ത് പരിഗണിച്ചു എന്ന രൂപത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് ആരാണ് മിസ്റ്റർ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടത്? തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടു എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ നിയമസഭ പാസാക്കിയ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം മാത്രമേ ചാൻസലർമാർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള ഒരു വിധിന്യായത്തിലേക്ക് ബില്ലുകൾക്ക് മേൽ അടയിരിക്കരുതെന്നും ഇതേ ഗവർണർമാർ പറഞ്ഞ സാഹചര്യം ഉണ്ടല്ലോ. കൃത്യമായി നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. ഞങ്ങളാ ഭയപ്പെടുന്നത്. ഒരു തിരിച്ചടിയില്ല. ഞാൻ പറയട്ടെ, ഇവിടെ അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ പലരെ കുറിച്ച് KS രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കേരള സർവകലാശാലയിൽ LDF നിയമിച്ച രജിസ്ട്രാറിന്റെ പേരായിരുന്നു ചന്ദ്രശേഖരൻ നേരത്തെ ഉണ്ടായിരുന്നത്. ആ ചന്ദ്രശേഖരൻ ഇന്നിപ്പോ BJP-യുടെ നോമിനിയായി BJP നിയമിച്ച ജമ്മു കാശ്മീരിലെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറാണ്. നിങ്ങളുടെ സംഘടനയിൽ അംഗമായിരിക്കുമ്പോഴാണ് അദ്ദേഹം BJP പ്രതിനിധിയായി പോയി സർവകലാശാല വൈസ് ചാൻസലർ. കേരള സർവകലാശാല നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചു. സർവകലാശാലകളിൽ ഇനി എന്ത് എന്നാണ് നമ്മൾ ഇനി അറിയാനുള്ളത്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.